നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എങ്ങനെ വിഷ്വലൈസേഷൻ ക്രിയേറ്റ് ചെയ്യാന്നൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു നമ്മുടെ പവർ ബിയുടെ. ഇനി നമ്മൾ അടുത്തായിട്ട് നോക്കാൻ പോകുന്നത് നമ്മുടെ പവർ ബിയുടെ ക്വറീസ് എങ്ങനെ അപ്ലൈ ചെയ്യാന്നുള്ള കാര്യമാണ്. അപ്പൊ അതിനുവേണ്ടി ഞാൻ ആദ്യം തന്നെ ഒരു ഡാറ്റ എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ എക്സൽ ഡാറ്റയാണ് വരുന്നത്. അതൊന്ന് നമുക്ക് ജസ്റ്റ് നോക്കാം. നെയിം, അതുപോലെ തന്നെ ജെൻഡർ, ഡിപ്പാർട്ട്മെന്റ്, ഏജ്, സാലറി, അങ്ങനെ വരുന്ന ഒരു ചെറിയൊരു ഡാറ്റയാണ് നമുക്ക് ഇവിടെ എടുത്തിട്ടുള്ളത്. ഇതിനകത്ത് നമുക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണം എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും കേസുകൾ ചേഞ്ച് ചെയ്യുക, അതുപോലെ തന്നെ എന്തെങ്കിലും ബ്ലാങ്ക് ഏരിയാസ് ഉണ്ടെങ്കിൽ റിമൂവ് ചെയ്യുക, അല്ലെങ്കിൽ ബ്ലാങ്ക് ഏരിയാസിൽ നമുക്ക് വേറെ എന്തെങ്കിലും ഡാറ്റ ആഡ് ചെയ്യുക, അത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അതിനുവേണ്ടി ഡാറ്റയിലെ നമ്മുടെ ഈ ഒരു ഡാറ്റയാണ് വരുന്നത്. ഞാൻ അതിനകത്ത് പവർ ബി ഐയിൽ വന്നതിന് ശേഷം ബ്ലാങ്ക് റിപ്പോർട്ട് ഓപ്പൺ ചെയ്യാണ്. അതിൽ എക്സൽ വർക്ക് ബുക്ക് ഓപ്ഷൻ വെച്ചിട്ട് ഞാനൊന്ന് ഡാറ്റ ലോഡ് ചെയ്യാനായിട്ട് പോവാണ്. ഇതിൽ നമ്മുടെ ഗെറ്റിംഗ് സ്റ്റാർട്ട് വിത്ത് പവർ ബി ഐ എന്ന് പറയുന്ന ഈ ഒരു ഡാറ്റയാണ് വരുന്നത്. സെലക്ട് ചെയ്തിട്ടുണ്ട്, ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതിൽ നമുക്ക് ടേബിൾ ഫോർമാറ്റിൽ കിടക്കുന്ന ഡാറ്റാബേസ് ഉണ്ട്, അത് സെലക്ട് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഇത്രയും നാൾ ചെയ്ത് ലോഡായിരുന്നു. നമുക്കിനി ട്രാൻസ്ഫോം ക്ലീനിങ് പ്രോസസ്സ് വരുന്നുണ്ട്, അതുകൊണ്ട് തന്നെ നമ്മൾ ട്രാൻസ്ഫോം ആണ് കൊടുക്കുന്നത്. ഡയറക്റ്റ് ഞാൻ ട്രാൻസ്ഫോം കൊടുക്കുന്നു. അപ്പൊ ട്രാൻസ്ഫോം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇത് വേറൊരു സ്ക്രീനിലോട്ടായിരിക്കും നമ്മൾ വന്നെത്തുന്നുണ്ടായിരിക്കുക. ഇവിടെ നമുക്ക് രണ്ട് സ്ക്രീൻ, നമ്മുടെ പവർ ബി ഐ ഡെസ്ക്ടോപ്പ് സ്ക്രീൻ ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ പവർ ക്വറി എഡിറ്റർ എന്ന് പറഞ്ഞ രണ്ട് സ്ക്രീൻ വന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ പവർ ക്വറി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേറൊരു സ്ക്രീനാണ് വരുന്നത്. നമ്മളവിടെ ഓരോരോ നമുക്ക് എന്തൊക്കെ ക്ലീനിങ് പ്രോസസ് ആയിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാനുണ്ടോ ആ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. ആ ഒരു സ്ക്രീനിലോട്ടാണ് നമ്മളിപ്പോൾ വന്നിട്ടുള്ളത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ടേബിള്, നമുക്ക് ഇവിടെ കുറെ ടേബിൾസ് വേണമെങ്കിൽ അറ്റ് എ ടൈം നമുക്ക് ഇവിടേക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പൊ ആ കൊണ്ടുവരുന്ന ടേബിൾസ് എല്ലാം ഇവിടെ ക്വറീസ് എന്ന് പറഞ്ഞ ഈ ഒരു ലെഫ്റ്റ് സൈഡിൽ കാണാനായിട്ട് പറ്റും. അതുപോലെ തന്നെ അപ്പൊ നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ ടേബിൾസ് നമ്മൾ കൊണ്ടുവന്നതെല്ലാം ഇവിടെ വൺ ബൈ വൺ ആയിട്ട് കാണാൻ പറ്റും. ഞാനിപ്പോ ഇവിടേക്ക് ഡാറ്റാബേസ് കൊണ്ട് ഒരു ടേബിൾ മാത്രമേ ഇൻസേർട്ട് ചെയ്തിട്ടുള്ളൂ. പിന്നെ നമുക്ക് ഇവിടെ ക്വറി സെറ്റിംഗ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ പറ്റും. ഇവിടെയാണ് നമ്മുടെ ഡാറ്റയിൽ നമ്മൾ എന്തൊക്കെ ചേഞ്ചസ് വരുത്തുന്നു അതെല്ലാം കാണാനായിട്ട് പറ്റുക. ഓക്കെ, അപ്പൊ ഇവിടെ ഈ ഒരു ടേബിളിൽ എന്തൊക്കെ മാറ്റങ്ങൾ നമുക്ക് വരുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെ എറേഴ്സ് ഉണ്ട് നമുക്കൊന്ന് കറക്റ്റ് ആയിട്ട് അറിയാനായിട്ട് നമുക്കിവിടെ കോളത്തിന്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യാനായിട്ട് പറ്റും. അതിനുവേണ്ടി നമ്മൾ നമ്മുടെ ഈ ഒരു പവർ ക്വറി എഡിറ്റർ എന്ന് പറയുന്ന വിൻഡോയില് കുറെ ടാബുകൾ വരുന്നുണ്ട്. അതിൽ വ്യൂ ടാബിൽ വരിക. വ്യൂ ടാബില് കോളം ക്വാളിറ്റി എന്നുള്ളൊരു ഓപ്ഷൻ കാണാനായിട്ട് പറ്റും. അതൊന്ന് ടിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ അറിയാനായിട്ട് പറ്റും എത്രത്തോളം എറേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ എന്തൊക്കെ എറേഴ്സ് ആണ് വന്നിട്ടുള്ളത് നമുക്ക് ഇവിടെ ചെറുതായിട്ട് അറിയാനായിട്ട് പറ്റും. അപ്പോൾ ഇതിലൊന്നും കുഴപ്പമില്ല, നമ്മുടെ ഈ കോളം ഓക്കെ ആണ്. അതുപോലെ തന്നെ ഈ ഒരു കോളത്തിൽ നമുക്ക് എന്ത് വരുന്നുണ്ട്, എംടി സെല്ലുകൾ കുറച്ച് വരുന്നുണ്ട്. ഇവിടെ നള്ളെന്ന് പറഞ്ഞ് കിടക്കുന്നുണ്ട്, എംടി സെല്ലുകളാണ്. നമ്മുടെ എക്സൽ ഡാറ്റ എടുത്ത് നോക്കിയാൽ തന്നെ അറിയാനായിട്ട് പറ്റും. ഇവിടെ കണ്ടില്ലേ കുറെ നമുക്ക് ബ്ലാങ്ക് ആയിട്ടുള്ള ഏരിയാസ് വരുന്നുണ്ട്. ഒരു ചാർട്ട് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു വിഷ്വൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ആ ഒരു സമയത്ത് ഈ ബ്ലാങ്ക് ഏരിയാസ് നമുക്ക് എന്തായിരിക്കും അവിടെ വന്ന് കിടക്കുന്നുണ്ടായിരിക്കും. അത് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അവിടെ നമുക്ക് ബ്ലാങ്ക് എന്ന് പറഞ്ഞിട്ട് സ്പെഷ്യൽ ആയിട്ട് ഒരു ഏരിയ തന്നെ വരും. അത് നമുക്കൊന്ന് എങ്ങനെയാ ചെയ്യാനുള്ളത് നോക്കാം. ഞാൻ ഇവിടെ നിന്ന് എനിക്കിപ്പോ മാറ്റങ്ങളൊന്നും വരുത്തണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ വെച്ചിട്ട് നമുക്ക് ക്ലോസ് ആൻഡ് അപ്ലൈ കൊടുത്താൽ മതി. ക്ലോസ് ആൻഡ് അപ്ലൈ കൊടുക്കുന്നുണ്ട് ഞാൻ. ക്ലോസ് ആൻഡ് അപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ ഒരു മാറ്റം സംഭവിക്കില്ല. ഞാൻ മാറ്റങ്ങളൊന്നും വരുത്തിയില്ല. അപ്പൊ നമ്മൾ നോർമലി വരുന്ന ആ ഒരു സ്ക്രീൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നോക്കിയിട്ടുള്ള പോലെ തന്നെ ഒരു ടേബിൾ ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നമുക്ക് എന്തെങ്കിലും വിഷ്വൽ ക്രിയേറ്റ് ചെയ്യാം. ആ ഒരു സ്ക്രീനിലാണ് ഇപ്പൊ നമ്മൾ എത്തി നിൽക്കുന്നത്. അപ്പൊ ഞാൻ ഇവിടെ ഒരു ചാർട്ട് ഇൻസേർട്ട് ചെയ്യാനായിട്ട് പോവാണ്. എന്തിനാണ് ക്വറി അല്ലെങ്കിൽ എഡിറ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഒരു പൈ ചാർട്ട് ഞാൻ ഇവിടേക്ക് ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിലോട്ട് ഞാൻ ആഡ് ചെയ്യാൻ പോകുന്ന ഡാറ്റ അത് ഇവിടെ ടേബിളിൽ വന്നെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. ടേബിൾ വ്യൂവിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഡാറ്റ ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ഇതിൽ ഞാൻ ആഡ് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ ജെൻഡർ വൈസ് അവരുടെ സാലറി ആണ് നോക്കാനായിട്ട് പോണത്. ഈ ജെൻഡറിന്റെ കോളം കണ്ട് നമുക്കറിയാം കുറെ ബ്ലാങ്ക് ഏരിയാസ് ഇവിടെ വരുന്നുണ്ട്. അപ്പൊ അതെങ്ങനെയാണ് നമ്മുടെ വിഷ്വലിനെ എഫക്ട് ചെയ്യാന്നാണ് നമ്മൾ നോക്കുന്നത്.
റിപ്പോർട്ട് വ്യൂവിൽ വന്നതിന് ശേഷം നമുക്കിവിടെ ജെൻഡർ ആഡ് ചെയ്യാം, അതുപോലെ തന്നെ സാലറി ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇവിടെ ഞാൻ ആഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാനായിട്ട് പറ്റും ഈ ഒരു ഏരിയ നമുക്ക് ബ്ലാങ്ക് ആയിട്ട് വരും. നമ്മുടെ ജെൻഡറിൽ ബ്ലാങ്ക് ആയി കിടക്കുന്നതാണ്. അവിടെ വാല്യൂസ് ഉള്ളത് കൊണ്ട് തന്നെ, കാരണം ഈ ബ്ലാങ്ക് ആയ സെല്ലുകളാണെങ്കിൽ പോലും അതിന് നേരെ നമുക്ക് എന്ത് വരുന്നുണ്ട്, സാലറി വരുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് ഓട്ടോമാറ്റിക് എന്തായിരിക്കും ഒരു വാല്യൂ ആയിട്ട് ഇവിടെ കയറി കിടക്കും. അപ്പൊ അതിവിടെ നമുക്ക് ഡീഫോൾട്ട് ആയിട്ട് വന്നിരിക്കുന്നത് ബ്ലാങ്ക് എന്ന് പറഞ്ഞിട്ടാണ്. അത് നമുക്ക് എന്ത് ചെയ്യും, നമ്മുടെ റിപ്പോർട്ടിനെ എഫക്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇവിടെ വന്നെങ്കിൽ നമുക്ക് കാണാൻ പറ്റും ഫീമെയിൽ ആണ്, ഇവിടെ മെയിൽ ആണ്, ഇതൊക്കെ നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ റിമൂവ് ചെയ്യാം. ഇപ്പൊ നമുക്ക് വേണമെങ്കിൽ ആ ഏരിയാസ് ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാം. അതല്ല, എനിക്കതിനെ മറ്റൊരു ഹെഡിങ് ആക്കി അല്ലെങ്കിൽ മറ്റൊരു പേരാക്കി മാറ്റണം. ഇപ്പൊ നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം മെയിൽ, ഫീമെയിൽ, അതേഴ്സ് എന്നുള്ളൊരു ഹെഡ് നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. അങ്ങനെ കൊടുക്കാനാണെന്നുണ്ടെങ്കിൽ നമുക്കിത് ക്വറിയിൽ വന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ട്രാൻസ്ഫോം ചെയ്ത് അത് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അതിനുവേണ്ടിയാണ് നമ്മുടെ പവർ ക്വറിയിൽ നമ്മൾ എഡിറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ അതിനുവേണ്ടി നമ്മളിവിടെ ഈ ഒരു വിഷ്വൽ ഡിലീറ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ട്രാൻസ്ഫോം ഡാറ്റയിൽ വരികയാണ്. നമുക്ക് ഡയറക്റ്റ് ട്രാൻസ്ഫോം കൊടുക്കാം. ഇനി അതല്ല, ലോഡ് ചെയ്തതിന് ശേഷം ട്രാൻസ്ഫോം ചെയ്യാനായിട്ട് പറ്റും. അതിന് നമ്മുടെ പവർ ബി ഐ ഡെസ്ക്ടോപ്പ് സ്ക്രീനിൽ നിന്ന് ഹോം എന്ന് പറയുന്ന ടാബിന്റെ അണ്ടറിൽ നമുക്ക് ക്വറീസിൽ കാണാൻ പറ്റും ട്രാൻസ്ഫോം ഡാറ്റ. അതിൽ ക്ലിക്ക് ചെയ്താൽ മതി, നമ്മൾ വീണ്ടും നമ്മുടെ പവർ ക്വറി എഡിറ്റർ എന്നുള്ള സ്ക്രീനിലോട്ട് വരും. കോളം ക്വാളിറ്റി എപ്പോഴും എനേബിൾ ആക്കി ഇടണമെന്നില്ല, ഞാനത് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ ചേഞ്ചസ് വരുത്തണം. എനിക്കിത് ഇവിടെ നൾ എന്ന് പറയുന്ന ഏരിയാസിനെ മാറ്റി അതേഴ്സ് എന്നാക്കി മാറ്റണം. അതിനുവേണ്ടി ആദ്യം തന്നെ നമുക്ക് വേണ്ട ആ ഒരു കോളം സെലക്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നമ്മൾ എഡിറ്റ് ചെയ്യാനായിട്ട് പോവാണ്. അപ്പൊ അതിനുവേണ്ടി വേണ്ട ഏരിയ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഞാനിത് ഈ ഒരു ഏരിയ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഒന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. അതിൽ നമുക്ക് കാണാനായിട്ട് പറ്റും റീപ്ലേസ് വാല്യൂ. നമുക്ക് ആ നള്ളിനെ റീപ്ലേസ് ചെയ്യണം. നള്ളെന്ന് കിടക്കുന്നതിന് നമുക്ക് മാറ്റി കൊടുക്കുകയാണ് വേണ്ടത്. അതിനുവേണ്ടി റീപ്ലേസ് വാല്യൂസ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. നമ്മൾ വേർഡിലൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ഒരു വേർഡ് ഫൈൻഡ് ചെയ്ത് റീപ്ലേസ് ചെയ്യുക. ഒരു കാര്യം തന്നെയാണ് നമ്മൾ ഇവിടെ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ ഇവിടെ വാല്യൂ ടു ഫൈൻഡ് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. അവിടെ വന്നിട്ട് നമുക്ക് ഏത് വാല്യൂ ആണ് ഫൈൻഡ് ചെയ്യേണ്ടത്. ഇവിടെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് നള്ളാണ്. ആ നള്ള് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ പവർ ക്വറി എഡിറ്റർ എന്ന് പറയുന്നത് കേസ് സെൻസിറ്റീവ് ആണ്. അതുകൊണ്ട് തന്നെ കറക്റ്റ് കേസിൽ ഇവിടെ എങ്ങനെയാണ് കിടക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്തിരിക്കണം. ക്യാപിറ്റൽ ലെറ്റർ, സ്മോൾ ലെറ്റർ കറക്റ്റ് നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം ടൈപ്പ് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പൊ ഞാനിവിടെ നള്ളെന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. റീപ്ലേസ് വിത്ത് വാല്യൂ ടു ഫൈൻഡിലാണ് ഞാനത് കൊടുത്തിട്ടുള്ളത്. ഇനി റീപ്ലേസ് വിത്ത് അതിന് എനിക്ക് എന്താക്കിയിട്ടാണ് മാറ്റേണ്ടത് അല്ലെങ്കിൽ റീപ്ലേസ് ചെയ്യേണ്ടത് എന്നുള്ളത് ഞാൻ കൊടുക്കാൻ പോകുന്നത് അതേഴ്സ് എന്നാണ്. ഓക്കെ, അതേഴ്സ് എന്ന് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഓക്കെ കൊടുത്താൽ മതി. നമ്മുടെ ടേബിളിൽ ആ വാല്യൂസ് നള്ളൊക്കെ മാറിയിട്ട് അതേഴ്സ് എന്നായിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് പുതിയൊരു കാറ്റഗറി ഇവിടെ കൊണ്ടുവരാനായിട്ട് പറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് എന്ത് ചെയ്യണം, അപ്ലൈ ചെയ്യണം. നമ്മുടെ ഈ ഒരു ടേബിളിലോട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ ഹോമിനകത്ത് വരിക, ക്ലോസ് ആൻഡ് അപ്ലൈയിൽ അപ്ലൈ എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ വന്ന് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ഇവിടെ ടേബിളിലോട്ട് അത് അപ്ലൈ ആയിട്ടുണ്ടായിരിക്കും. ഇനി നമ്മൾ ഇതുപോലെ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തിയോ എന്നുള്ളത് നമ്മുടെ ക്വറി സെറ്റിംഗ്സിൽ നമുക്ക് കാണാനായിട്ട് പറ്റും. ക്വറി സെറ്റിംഗ്സിൽ ഞാനിപ്പോ ഇവിടെ വാല്യൂ റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. എനിക്കിത് വേണ്ട, പഴയ പോലെ തന്നെ ആക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്കിത് റിമൂവ് ചെയ്യാനായിട്ട് പറ്റും. നമ്മുടെ റൈറ്റ് സൈഡിൽ വരുന്നുണ്ട് ക്വറി സെറ്റിംഗ്സിൽ. അതിൽ അപ്ലൈഡ് സ്റ്റെപ്സ്, എന്തൊക്കെ സ്റ്റെപ്സ് ഞാൻ ഇതിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട് അതൊക്കെ എനിക്ക് ഇവിടെ നിന്ന് അറിയാനായിട്ട് പറ്റും. അപ്പൊ അതിൽ എനിക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് റിമൂവ് ചെയ്യും. ഇനി ഈ ചേഞ്ച് ടൈപ്പ് എന്ന് പറഞ്ഞ ഫസ്റ്റ് കിടക്കുന്ന ആ ഒരു ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണോ ഈ ഡാറ്റ ഇങ്ങോട്ട് കൊണ്ടുവന്നത് അതേപോലെ തന്നെ ആയിരിക്കും നമുക്ക് അവിടെ കാണാനായിട്ട് പറ്റുക. പിന്നെ നമ്മൾ മാറ്റം വരുന്നതിനനുസരിച്ചിട്ട് താഴത്തോട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പൊ ഞാനിവിടെ ഒരു മാറ്റം വരുത്തിയിട്ടുള്ളൂ, നമ്മുടെ വാല്യൂ റീപ്ലേസ് ചെയ്തു. അതിവിടെ കാണാനായിട്ട് പറ്റും. ഇനി റീപ്ലേസ് ചെയ്താൽ തന്നെ ചിലപ്പോൾ അതേഴ്സിന്റെ സ്പെല്ലിംഗ് എങ്ങാനും ഞാൻ തെറ്റിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ വന്ന് സെറ്റിംഗ്സിൽ വന്നു കഴിഞ്ഞാൽ നമുക്കത് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. വീണ്ടും ഓക്കെ കൊടുത്താൽ മതി, നമുക്കത് ചേഞ്ച് ആക്കാനായിട്ട് പറ്റുന്നു. ഇനി ഈ ഒരു ബോക്സ് എങ്ങാനും ക്ലോസ് ആയി കഴിഞ്ഞാൽ, ക്ലോസ് ആക്കിയിട്ടുണ്ട്. നമുക്ക് സാധാരണ നമുക്കിപ്പോ എന്തെങ്കിലും ക്ലോസ് ആയി കഴിഞ്ഞാൽ നമ്മുടെ എക്സലിലൊക്കെ പിവോട്ട് ടേബിൾ ക്ലോസ് ആയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ തന്നെ ഒരു ഓപ്ഷൻ വരും. അതിൽ ക്ലിക്ക് ചെയ്താൽ വീണ്ടും നമുക്ക് എടുക്കാനായിട്ട് പറ്റും. പക്ഷെ ഇവിടെ നമുക്ക് ഇവിടെ ഈ ഒരു ഏരിയയിൽ ഒരു ഓപ്ഷൻ നമുക്ക് കാണിച്ചു തരില്ല. അതിനു വേണ്ടി നമ്മൾ വ്യൂവിൽ വരിക. നമ്മുടെ ക്വറി സെറ്റിംഗ്സ് എങ്ങാനും ക്ലോസ് ആയി കഴിഞ്ഞാൽ വ്യൂവിൽ വന്നിട്ട് ക്വറി സെറ്റിംഗ്സിൽ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പൊ സെറ്റിംഗ്സ് ഇവിടെ കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി നമുക്ക് നേരെ നമ്മുടെ വിഷ്വലിലോട്ട് ഒന്നും കൂടി വരാം. ഇവിടെ അപ്ലൈ ചെയ്തിട്ടുണ്ട്, ഞാനിവിടെ ക്ലോസ് ചെയ്യാണ്. ഇവിടേക്ക് അത് വന്നോന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ജസ്റ്റ് ടേബിൾ വ്യൂവിൽ ഒന്ന് വരാം. ഇവിടെ ഒന്ന് നോക്കാം, നമുക്ക് ഇവിടെ ആഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ നമ്മുടെ റിപ്പോർട്ടിൽ ഒന്നും കൂടെ നമുക്കൊരു വിഷ്വൽ ഒന്ന് ജനറേറ്റ് ചെയ്ത് നോക്കാം. സാലറി ആഡ് ചെയ്തിട്ടുണ്ട്, ഇവിടെ വന്നിട്ടുണ്ട്. അപ്പൊ അതേഴ്സ് വെറുതെ ബ്ലാങ്ക് എന്ന് പറഞ്ഞൊരു ഏരിയ ആയില്ല, അതൊരു അതേഴ്സ് എന്ന് പറഞ്ഞിട്ട് പുതിയൊരു
കാറ്റഗറി ആയിട്ട് നമുക്ക് ഇവിടെ കൊടുക്കാനായിട്ട് സാധിക്കും. ഇതിനു വേണ്ടിയാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇത്തരത്തിൽ എന്തൊക്കെ ചേഞ്ചസ് വരുത്തണമെങ്കിലും നമുക്ക് നമ്മുടെ ട്രാൻസ്ഫോം ഡാറ്റയിൽ വന്ന് ചെയ്യാനായിട്ട് പറ്റും. ഇനി ഞാൻ വീണ്ടും ട്രാൻസ്ഫോമിലോട്ട് പോവാണ്. നമ്മൾ വിഷ്വലൊക്കെ ഓൾറെഡി നോക്കിയിട്ടുള്ള കാര്യങ്ങളാണ്. ഹെഡിങ് കൊടുക്കുക, കളർ ചേഞ്ച് ചെയ്യുക, കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിയിട്ടുള്ളതാണ്. അപ്പൊ നമുക്ക് ട്രാൻസ്ഫോം ഡാറ്റയിൽ വരാം. വീണ്ടും ഓക്കെ, ട്രാൻസ്ഫോം ഡാറ്റയിൽ വന്നിട്ടുണ്ട്. ഇവിടെ വന്നുകൊണ്ട് ഇനി നമുക്ക് അടുത്തൊരു ട്രാൻസ്ഫോർമേഷൻ അല്ലെങ്കിൽ നമുക്ക് ഇനി നടത്തേണ്ട ഒരു മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ എന്തെങ്കിലും നമുക്കിപ്പോ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് ചില ലെറ്റേഴ്സ് ഒക്കെ സ്മോളും അത് ചിലതൊക്കെ ക്യാപ്സ് ഒക്കെ ടൈപ്പ് ചെയ്തു, അല്ലെങ്കിൽ ഫുള്ള് സ്മോൾ ലെറ്ററിൽ ടൈപ്പ് ചെയ്തതിന് ശേഷമാണ് എനിക്ക് തോന്നിയത് ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ആക്കണം, അല്ലെങ്കിൽ പറഞ്ഞ പോലെ തന്നെ ഫുള്ള് ക്യാപിറ്റലിലോട്ട് മാറ്റണം, അല്ലെങ്കിൽ സ്മോൾ ലെറ്ററിലോട്ട് മാറ്റണം. അങ്ങനെ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണം എന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് ഇവിടെ പറ്റുന്നുണ്ട്. അത് ഏത് കോളം ആണോ എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോ ഈ ഒരു ഫസ്റ്റ് നെയിം എന്നുള്ള കോളം എടുത്തിട്ടുണ്ട്. പറഞ്ഞ പോലെ തന്നെ നമുക്ക് റൈറ്റ് ക്ലിക്ക് കൊടുക്കുക. അതിൽ നമുക്ക് ട്രാൻസ്ഫോം എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ പറ്റും. ലോവർ കേസിലോട്ട് മാറ്റാം, അപ്പർ കേസ് നമ്മുടെ വേർഡിൽ വരുന്ന പോലെ തന്നെയാണ് ലോവർ കേസ്, അപ്പർ കേസ്, അതുപോലെ തന്നെ ക്യാപിറ്റലൈസ് ഈച്ച് വേർഡ്, ഇങ്ങനെ കുറെ ഓപ്ഷൻസ് വരുന്നുണ്ട്. താഴത്തോട്ടും കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് പോകെ പോകെ ഓരോ സെക്ഷനിലായിട്ട് നോക്കാം. അപ്പൊ ഞാനിവിടെ ആദ്യം ലോവർ കേസ് കൊടുക്കുകയാണ്. ഇപ്പൊ ഇത് ഫുൾ ഇവിടെ കിടക്കുന്നത് ഫസ്റ്റ് ലെറ്റർ മാത്രം ക്യാപിറ്റൽ ആയിട്ടാണ് കിടക്കുന്നത്. ഞാനിവിടെ ഫുൾ ഇതിനെ ഒന്ന് ലോവർ കേസിലോട്ട് മാറ്റുകയാണ്. ഇനി ഇത് എടുക്കുന്നതിന് മുമ്പായിട്ട് ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം. നമുക്കിത് ഹോം എന്ന് പറഞ്ഞ ഓപ്ഷൻ, അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ട്രാൻസ്ഫോം വരുന്നുണ്ട്. ട്രാൻസ്ഫോം അതുപോലെ തന്നെ ആഡ് കോളം, രണ്ട് ടാബുകൾ നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഈ രണ്ടിലും ഏതാണ്ട് വരുന്ന ഐറ്റംസ് ഒക്കെ എന്ത് തന്നെയാണ്, സെയിം തന്നെയാണ് നമുക്ക് വരുന്നുണ്ടായിരിക്കുക. ഇവിടെ കാണിക്കുന്ന ടൂൾസ് ഒക്കെ നമുക്ക് ഒരുവിധമൊക്കെ സെയിം ആയിരിക്കും. ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാനായിട്ട് പറ്റും. ട്രാൻസ്ഫോമിലായാലും അതുപോലെ തന്നെ നമ്മുടെ ആഡ് കോളത്തില് ഒരുവിധം ടൂൾസ് ഒക്കെ നമുക്ക് സെയിം ആയിട്ടായിരിക്കും വരുന്നുണ്ടായിരിക്കാം. അപ്പൊ എന്താണ് ട്രാൻസ്ഫോം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു ഏരിയ തന്നെ, ഇപ്പൊ ഞാൻ ഈ ഒരു കോളം സെലക്ട് ചെയ്ത് ട്രാൻസ്ഫോമിൽ നിന്നാണ് എന്തെങ്കിലും ചേഞ്ചസ് വരുത്തുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് എന്തായിരിക്കും, ഈ ഒരു കോളത്തിൽ തന്നെ അത് ചേഞ്ച് ആയിട്ട് വരും. ഇനി ഞാൻ ആഡ് കോളത്തിൽ വന്നിട്ട് അത് ചെയ്യുന്നുണ്ടെങ്കിൽ പുതിയൊരു കോളത്തിലോട്ടായിരിക്കും എന്റെ മാറ്റം ആഡ് ആവുന്നുണ്ടായിരിക്കുക. അതാണ് ഇവിടുത്തെ ചേഞ്ച്. എന്താ നമുക്കൊന്ന് നോക്കാം. ഞാൻ അതിനു വേണ്ടി ആദ്യം തന്നെ ട്രാൻസ്ഫോമിൽ വന്നിട്ടുണ്ട്. ട്രാൻസ്ഫോമിൽ എനിക്ക് ഈ നെയിമുകൾ മൊത്തം അപ്പർ കേസിലോട്ട് മാറ്റണം. ഏത് കേസ് ആയിക്കോട്ടെ നമുക്ക് അപ്പർ കേസിലോട്ട് മാറ്റണം, അല്ലെങ്കിൽ ഏത് കേസും ആയിക്കോട്ടെ ഞാൻ മാറ്റം വരുത്താനായിട്ട് പോവാണ്. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു നമുക്ക് ട്രാൻസ്ഫോം ഉണ്ട്, അതുപോലെ ആഡ് കോളം എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് ഏരിയാസ് ഉണ്ട്. രണ്ടിലും നമുക്ക് ഏതാണ്ട് സെയിം കാര്യങ്ങൾ തന്നെയാണ് ചെയ്യാം. അപ്പൊ ഞാൻ ആദ്യം ട്രാൻസ്ഫോം എന്നുള്ള ടാബിൽ വെച്ചിട്ട് എന്ത് ചെയ്യാൻ പോവാണ്, ഇതിന്റെ കേസ് ചേഞ്ച് ചെയ്യാനായിട്ട് പോവാണ്. അതിനുവേണ്ടി നമുക്കിത് ട്രാൻസ്ഫോം ടാബിനകത്ത് ഫോർമാറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ പറ്റും. ആ ഫോർമാറ്റിൽ നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ട്രാൻസ്ഫോമിലാണ് വരുന്നത്. അവിടെ അപ്പർ കേസ് ലോവർ കേസ് ഏതാச்சுം നമുക്ക് കൊടുക്കാം. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നമുക്കിത് ഫോർമാറ്റ്, നമ്മുടെ ട്രാൻസ്ഫോമിൽ ഫോർമാറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാനായിട്ട് പറ്റും. അതിൽ വരിക, അതിൽ വന്നിട്ട് ലോവർ കേസ് അപ്പർ കേസ് ഒക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാം. ഞാൻ ഇവിടെ വെച്ചിട്ട് എന്ത് ചെയ്യാൻ പോകുന്നത്, അപ്പർ കേസിലോട്ട് മാറ്റുകയാണ്. ഫുള്ള് നമുക്ക് അപ്പർ കേസിലോട്ട് മാറിയിട്ടുണ്ട്. ഓക്കെ, ഇവിടുത്തെ പ്രത്യേകത ട്രാൻസ്ഫോം ടാബിൽ വെച്ച് ഞാൻ അപ്പർ കേസിലോട്ട് മാറ്റുമ്പോൾ ഉള്ള പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ സെലക്ട് ചെയ്ത കോളത്തിൽ വെച്ചിട്ട് തന്നെ എന്തായിരിക്കും, ഇത് ഈ പറഞ്ഞ പോലെ തന്നെ അപ്പർ കേസ് ആയിട്ട് മാറുന്നതായിരിക്കും. ഞാനതൊന്ന് റിമൂവ് ചെയ്യുന്നുണ്ട്. എവിടെ വെച്ച് നമുക്ക് റിമൂവ് ചെയ്യാനായിട്ട് പറ്റും. റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇനി സെയിം ഓപ്ഷൻ നമുക്ക് എവിടെ വരുന്നുണ്ട്, ആഡ് കോളത്തിൽ വരുന്നുണ്ട്. ഓക്കെ, ആഡ് കോളത്തിൽ. അപ്പൊ ആഡ് കോളത്തിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ ഇതേ കോളം സെലക്ട് ചെയ്തു, ഫോർമാറ്റിൽ വന്നു, ഞാൻ അപ്പർ കേസ് കൊടുക്കുകയാണ്. നേരെ പുതിയൊരു കോളം അവിടെ ആഡ് ആയിട്ട് അതിലായിരിക്കും നമ്മുടെ അപ്പർ കേസ് വരുന്നതായിരിക്കും. അപ്പൊ അതാണ് ഇതിന്റെ പ്രത്യേകത. അതായത് നമ്മുടെ ട്രാൻസ്ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതന്നെ ട്രാൻസ്ഫോം. ഇവിടെ നമ്മൾ ടൈപ്പ് ചെയ്ത ഡാറ്റ, ഇവിടെ ടൈപ്പ് ചെയ്ത ഡാറ്റ എങ്ങനെയാണോ അങ്ങനെ കിടക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ
ആഡ് കോളത്തിൽ വന്ന് ചെയ്യുമ്പോൾ പുതിയൊരു കോളത്തിൽ എന്തായിരിക്കും ആ ഒരു ഡാറ്റ അപ്പർ കേസ് ആയിട്ട് വരുന്നതായിരിക്കും. അതാണ് വ്യത്യാസം. സെയിം കാര്യം. അപ്പൊ നമ്മുടെ കംഫർട്ട് അനുസരിച്ച് എനിക്ക് എങ്ങനെയാണോ ഡാറ്റ വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ ഇവിടുന്ന് ചെയ്തു കൊടുക്കാം. ട്രാൻസ്ഫോമിലാണെങ്കിൽ ആ സെയിം കോളത്തിൽ തന്നെ അത് ട്രാൻസ്ഫോം ആക്കി വരും. പക്ഷെ ആഡ് കോളം കൊടുത്തു കഴിഞ്ഞാൽ സെയിം കോളത്തിൽ അതേപോലെ അവിടെ കിടക്കും. ലാസ്റ്റ് നമുക്ക് എന്തായിരിക്കും പുതിയൊരു കോളത്തിൽ നമുക്ക് എന്താണ് അപ്പർ കേസ് ആണെങ്കിൽ അപ്പർ കേസ്, ലോവർ കേസ് ആണെങ്കിൽ ലോവർ കേസ് ചേഞ്ച് ആയിട്ട് വരുന്നത്. ഇത് മാറ്റാൻ വേണ്ടി നമുക്ക് ഇത് വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്കത് റിമൂവ് ചെയ്യണം. ഓക്കെ, അപ്പൊ ഇങ്ങനെ നമുക്ക് ചെയ്തു കൊടുക്കാനായിട്ട് പറ്റും. പിന്നെ കുറച്ച് ഓപ്ഷൻസ് വരുന്നുണ്ട് ഇതിൽ. നമുക്ക് കുറെ ട്രാൻസ്ഫോം കാര്യങ്ങളുണ്ട്, ഓരോ ടാബുകൾ നമുക്ക് നോക്കാനുള്ളതാണ്. ഫോർമാറ്റിൽ തന്നെ ഞാൻ ഒന്നും കൂടി നോക്കാം. നമ്മുടെ ലോവർ കേസിലോട്ട് മാറ്റാം, ഫുള്ള് സ്മോൾ ലെറ്ററിലോട്ട് മാറ്റാം. ഇത് ഞാൻ ആഡ് കോളത്തിൽ കൊടുത്ത കാരണം പുതിയ കോളത്തിലാണ് വന്നിട്ടുള്ളത്. അത് നോക്കാം. നമുക്ക് എങ്ങനെയാണോ ആവശ്യം അതിനനുസരിച്ച് നമുക്ക് ചെയ്തു കൊടുക്കാം. ഞാൻ ട്രാൻസ്ഫോമിൽ വരുന്നുണ്ട്, ഒന്നും കൂടെ നമുക്ക് നോക്കാം. അതിനകത്ത് ഫോർമാറ്റില് ക്യാപിറ്റലൈസ് ഈച്ച് വേർഡ്, നമ്മുടെ വേർഡിൽ വരുന്നുണ്ട് ഓരോ വേർഡിന്റെ ഫസ്റ്റ് ലെറ്റർ മാത്രം ക്യാപിറ്റൽ ആക്കുക. ഇത് ഓൾറെഡി അങ്ങനെ തന്നെ കിടക്കുന്നത്, നമുക്ക് അതിനനുസരിച്ച് ചെയ്ത് കൊടുക്കാം. പിന്നെ ട്രിം ക്ലീൻ ഒക്കെ വരുന്നുണ്ട്, അതൊക്കെ നമുക്ക് നോക്കാം. ഓരോ സെക്ഷൻ ആയിട്ട് നമുക്ക് നോക്കുന്നുണ്ട് കേട്ടോ. ട്രിം വരുന്നത് നമ്മുടെ എക്സലിൽ ഒരു ഫംഗ്ഷൻ ഉണ്ട്, സ്പേസസ് റിമൂവ് ചെയ്യാൻ വേണ്ടിയാണ് ട്രിം യൂസ് ചെയ്യുക. അതുപോലെ തന്നെ ക്ലീൻ വരുന്നത് നമുക്ക് അതുപോലെ തന്നെ എന്തെങ്കിലും എറേഴ്സ് കാര്യങ്ങളുണ്ടെങ്കിൽ ക്ലീൻ ചെയ്യാനാണ്. ഇതിലിപ്പോൾ എറർ ഒന്നും ഇല്ല, അതുകൊണ്ടാണ് ഇതിൽ ചെയ്യാത്തത്. എറർ ഉള്ള ഡാറ്റ വെച്ചിട്ട് നമുക്ക് അത് ചെയ്ത് നോക്കാം. പിന്നെ പ്രിഫിക്സ് ആഡ് ചെയ്യുക, അതുപോലെ തന്നെ സഫിക്സ് ആഡ് ചെയ്യുക. ഈ പ്രിഫിക്സ് ആഡ് ചെയ്യുന്നത് നമുക്കിപ്പോ ഫ്രണ്ടിലായിട്ട് എന്തെങ്കിലും വേണം. ഇപ്പൊ നമുക്ക് മിസ്റ്റർ മിസ്സസ് ഒക്കെ നമ്മൾ ആഡ് ചെയ്യാറുണ്ട്, അങ്ങനെ എന്തെങ്കിലും ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഞാനിവിടെ മിസ്റ്റർ കൊടുക്കുന്നു, ക്ലിക്ക് ചെയ്തിട്ട് മിസ്റ്റർ കൊടുക്കുന്നുണ്ട്, ഡോട്ട് ഇട്ടു, സ്പേസ് ഇട്ട് കൊടുക്കണം, അല്ലെങ്കിൽ അത് ഒപ്പം വന്നുകൊണ്ടിരിക്കട്ടെ. അപ്പൊ സ്പേസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഓക്കെ കൊടുക്കുകയാണ്, ഫുള്ള് നമുക്ക് വരും. ഇതിനിടയ്ക്ക് മിസ്സസ് ആക്കാനുള്ള ഓപ്ഷൻ നമുക്ക് വരുന്നുണ്ട്, കാരണം ജെൻഡർ വൈസ് നമുക്ക് അതിനെ മാറ്റാനും പറ്റും. അത് നമുക്ക് എങ്ങനെയെന്നുള്ളത് നോക്കാം. ചെറിയൊരു കാര്യങ്ങൾ, അങ്ങനെ കുറെ കാര്യങ്ങൾ നമുക്ക് ഇതിൽ വരുന്നുണ്ട്, ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. നമ്മുടെ ട്രാൻസ്ഫോം ഇങ്ങനെയാണ് നമുക്ക് വരുന്നത്. ഇനി നമുക്ക് ഓരോ ഹെഡുകളായിട്ട് ഇങ്ങനെ കവർ ചെയ്തിട്ട് പോവാം. ഓക്കെ, അപ്പൊ ഞാൻ ഈ ഡാറ്റ നമുക്കിനി അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ വീണ്ടും എന്ത് ചെയ്യണം, ഫോമിൽ വന്നിട്ട് അപ്ലൈ കൊടുക്കണം കേട്ടോ. ഡാറ്റയിൽ അപ്ലൈ കൊടുക്കണം, എന്നിട്ട് വേണം ക്ലോസ് ചെയ്യാനായിട്ട്. എങ്കിലാണ് നമ്മുടെ ആ ഒരു റിപ്പോർട്ടിലോട്ട് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം എഫക്റ്റ് ആയിട്ട് ഉണ്ടാവുള്ളൂ. ഈ ഒരു സെക്ഷനിൽ വരുന്നത്. ഇനി നമുക്ക് അടുത്ത് നോക്കാനുള്ളത് നമ്മുടെ കോളം ട്രാൻസ്ഫോർമേഷൻസ് ആണ്. നമ്മൾ കോളം വൈസ് നമുക്ക് ഡാറ്റയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താൻ വേണ്ടിയിട്ടാണ് നമ്മുടെ കോളം ട്രാൻസ്ഫോർമേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിൽ തന്നെ നമുക്ക് കോളത്തിന്റെ നെയിം ചേഞ്ച് ചെയ്യുക, അതുപോലെ തന്നെ പുതിയ കോളംസ് ആഡ് ചെയ്യുക, നമുക്ക് ഓൾറെഡി ഉള്ള കോളംസ് റിമൂവ് ചെയ്യുക, സ്പ്ലിറ്റ് ചെയ്യുക, മെർജ് ചെയ്യുക, സോർട്ട് ചെയ്യുക, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. അതിൽ ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ അൺപിവോട്ട് എന്ന് പറയുന്ന ഒരു കാര്യമൊക്കെ, അൺപിവോട്ട് കോളംസ് എന്ന് പറയുന്നതൊക്കെ. അതൊക്കെ നമുക്കൊന്ന് എങ്ങനെയാ ചെയ്യാന്നുള്ളത് നോക്കാം. അതിനൊക്കെ ആയിട്ട് ഓരോരോ ഡാറ്റ, എക്സൽ ഡാറ്റകൾ എടുത്ത് വെച്ചിട്ടുണ്ട്, അത് വെച്ച് നമുക്ക് ചെയ്തു നോക്കാം. ഞാൻ ഈ ഒരു സ്ക്രീൻ ഞാനൊന്ന് ക്ലോസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ പുതിയ ബ്ലാങ്ക് റിപ്പോർട്ട് എടുത്ത് ചെയ്ത് നോക്കാം. ഞാൻ ഈ ഒരു റിപ്പോർട്ട് തന്നെ കാണിക്കുകയാണ്. ആ ഒരു സമയത്ത് ലോഡായി വരുന്ന ആ ഒരു സമയം ഒഴിവാക്കാൻ വേണ്ടി ഞാൻ ഇതിൽ തന്നെ ചെയ്ത് കാണിച്ചു തരികയാണ്. ഓക്കെ, നമ്മുടെ എക്സൽ വർക്ക് ബുക്ക് എടുത്തിട്ടുണ്ട്. കോളം ട്രാൻസ്ഫോർമേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ കോളം ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞൊരു ഡാറ്റ നമുക്ക് വരുന്നുണ്ട്. ആ ഒരു ഡാറ്റയിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക, ഓപ്പൺ ചെയ്യുക. നമ്മൾ സാധാരണ പോലെ തന്നെ ലോഡ് ചെയ്തെടുക്കുക. അതിൽ നിങ്ങൾക്ക് എടുത്തു കഴിഞ്ഞാൽ 3 ടേബിൾ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. കോളം റോ, അതുപോലെ തന്നെ ട്രാൻസ്പോസ്, അതുപോലെ തന്നെ അൺപിവോട്ട്. ഇവിടെ നമ്മൾ കുറെ കാര്യങ്ങൾ ചെയ്ത് നോക്കുന്നുണ്ട്. ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ നെയിം ചേഞ്ച് ചെയ്യാൻ ഒരുപാട് നെയിം ചേഞ്ച് ചെയ്യുന്നതൊക്കെ ചെറിയ കാര്യമാണ്, നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അപ്പൊ ഒരുപാട് കാര്യങ്ങൾ നമ്മളിവിടെ ചെയ്ത് നോക്കുന്നുണ്ട്. ഇതിനെല്ലാത്തിനും കൂടി വേണ്ടിയുള്ള ടേബിൾ ആണ് നമ്മൾ ഇത്രയും നേരം ഒക്കെ ചെയ്തത്. ഞാൻ ഫസ്റ്റ് ക്ലാസ് തൊട്ട് നമ്മൾ ഒറ്റ ടേബിൾ മാത്രമേ ഇൻസേർട്ട് ചെയ്ത് കണ്ടിട്ടുള്ളൂ. ഇവിടെ നമ്മൾ 3 ടേബിൾ ഒന്നിച്ച് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഈ 3ന് എനിക്ക് കുറച്ച് എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളത് കൊണ്ട് ഞാൻ ഇവിടെ 3ന് ട്രാൻസ്ഫോം ആണ് കൊടുക്കുന്നത്. 3ഉം സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, ട്രാൻസ്ഫോമിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. ട്രാൻസ്ഫോമിൽ ക്ലിക്ക് ചെയ്തു. അപ്പൊ ഇത് ഇവിടെ നമുക്ക് നോക്കി കാണാൻ പറ്റും. ഇത് ഞാൻ മുന്നേ ആഡ് ചെയ്തതാണ്. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു ഓരോ തവണ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഓരോ വർക്ക് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യാം, ബ്ലാങ്ക് റിപ്പോർട്ട് എടുത്തതിന് ശേഷം ഡാറ്റ ആഡ് ചെയ്യാം. ഞാനിപ്പോ ഇവിടെ ഓൾറെഡി ഉണ്ട് ഡാറ്റ, അതിന്റെ കൂടെ തന്നെ എടുത്തിരിക്കുകയാണ് കേട്ടോ. അതായത് 3ആണ് നമ്മളിപ്പോ ആഡ് ചെയ്തിട്ടുള്ളത്. കോളം റോ, അതുപോലെ തന്നെ ട്രാൻസ്പോസ്, അൺപിവോട്ട്, അങ്ങനെ കുറച്ച് എടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ ഞാൻ ആദ്യമായിട്ട് നോക്കാനായിട്ട് പോണത് നമ്മുടെ കോളം റോ എന്ന് പറയുന്ന ഒരു ടേബിൾ ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഓക്കെ, ഓരോ ടേബിൾ എടുക്കുമ്പോൾ അതിനനുസരിച്ചിട്ട് ഇവിടെ ഡാറ്റ ചേഞ്ച് ആയിട്ട് വരും. ഞാനിവിടെ കോളം റോ ഞാൻ എടുത്തിട്ടുണ്ട്. ഇതില് ഫസ്റ്റ് നമ്മൾ നോക്കാനായിട്ട് പോണത് നെയിം ചേഞ്ച് ചെയ്യാനാണ്.
എളുപ്പമായിട്ടുള്ള കാര്യമാണ്. ഇവിടെ വരിക, നമുക്കൊന്ന് ഡബിൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. എന്താണോ ഇഷ്ടമുള്ള വേറെ പേര് നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റും, കൊടുക്കാനായിട്ട് സാധിക്കും കേട്ടോ. എന്ത് മാറ്റമാണ് വരുന്നത് നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും. സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. റീനെയിം ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഇവിടെ വരും. അത് വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, റിമൂവ് ചെയ്യാം. അപ്പൊ റീനെയിം ചെയ്തതിൽ അത്ര വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. ജസ്റ്റ് ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നമുക്ക് അവിടെ വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, റീനെയിം ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ റീനെയിം ചെയ്ത് ഇനി അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അറിയോ, കോളംസ് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. പുതിയ കോളം ആഡ് ചെയ്യാം. ഇപ്പൊ ഇതിൽ നമുക്ക് വരുന്ന ഡാറ്റ എന്ന് പറഞ്ഞെങ്കിൽ ഇപ്പൊ ഇത്രയും കോളംസ് ആണ് വരുന്നത്. നമ്മുടെ ഇൻവോയ്സ് നമ്പർ, അതുപോലെ തന്നെ ഇൻവോയ്സ് ഡേറ്റ്, കസ്റ്റമർ നെയിം, അതുപോലെ ഷിപ്പിംഗ് അഡ്രസ്, പ്രൊഡക്റ്റ് നെയിം, ക്വാണ്ടിറ്റി, എമൗണ്ട്, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് വരുന്നത്. അതിൽ പുതിയൊരു കോളം ആഡ് ചെയ്യണം. ഞാൻ ആഡ് ചെയ്യാനായിട്ട് പോകുന്ന കോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഇവിടെ ക്വാണ്ടിറ്റി ഉണ്ട്, മൊത്തം സെയിൽസ് എമൗണ്ട് ഇവിടെ വന്നിട്ടുണ്ട്. ഞാനതിൽ ആഡ് ചെയ്യാൻ പോകുന്ന കോളം റേറ്റ് പെർ യൂണിറ്റ്, അതായത് ഒരു യൂണിറ്റിന്റെ റേറ്റ് എത്രയാണ്. ഇവിടെ മൊത്തം ക്വാണ്ടിറ്റി തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ മൊത്തം എമൗണ്ട് തന്നിട്ടുണ്ട്. ഇത് വെച്ച് നമുക്ക് എന്ത് കണ്ടെത്താനായിട്ട് പറ്റും, ഒരു യൂണിറ്റിന്റെ റേറ്റ് എത്രയാണെന്ന് കണ്ടെത്താനായിട്ട് പറ്റും. അപ്പൊ ആ ഒരു കോളമാണ് ഞാൻ ഇവിടെ ആഡ് ചെയ്യാനായിട്ട് പോണത്. ഓക്കെ, പുതിയൊരു കോളം എനിക്ക് ആഡ് ചെയ്യണം. അതിനു വേണ്ടി നമുക്ക് ഇത് ആഡ് കോളത്തിൽ വരാം. ആഡ് കോളത്തിൽ വരാം. ആഡ് കോളത്തിൽ വന്നതിന് ശേഷം നമുക്കിവിടെ കസ്റ്റം കോളം എന്നുള്ളൊരു ഓപ്ഷൻ കാണാനായിട്ട് പറ്റും. കസ്റ്റം കോളം, അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. നമ്മൾ പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. അപ്പൊ അതുകൊണ്ട് കസ്റ്റം കോളം എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ആദ്യം തന്നെ നമുക്ക് ഏതാണോ ഡാറ്റ ആഡ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ കോളം ഏതാണോ ആഡ് ചെയ്യേണ്ടത്, അതിന്റെ പേര് കാര്യങ്ങൾ നമുക്ക് കണ്ടെത്തി വെക്കുക. ഇനി വല്ല ഇക്വേഷൻ ഒക്കെ അതിൽ അപ്ലൈ ചെയ്യാണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഇക്വേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റും. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കണ്ടെത്താൻ പോകുന്നത് റേറ്റ് പെർ യൂണിറ്റ് ആണ്. അത് നമുക്ക് വരുന്നുണ്ടായിരിക്കുക നമ്മുടെ എമൗണ്ട് ഡിവൈഡഡ് ബൈ ക്വാണ്ടിറ്റി, അങ്ങനെയായിരിക്കും നമുക്ക് കണ്ടെത്താനായിട്ട് പറ്റുക. അപ്പൊ ആ ഒരു ഇക്വേഷൻ കാര്യങ്ങൾ അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ കൊടുക്കാനായിട്ട് പോകുന്നത് നമ്മുടെ ടാബിൽ ആഡ് കോളത്തിൽ വരിക കസ്റ്റം കോളം. അതിൽ കസ്റ്റം എന്നുള്ളത് മാറ്റി നമുക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. ഞാനിവിടെ കൊടുക്കാനായിട്ട് പോകുന്നത് റേറ്റ് പെർ യൂണിറ്റ്. റേറ്റ് പെർ യൂണിറ്റ് കൊടുത്തു. ഇനി എന്തെങ്കിലും ഫോർമുലാസ് അപ്ലൈ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കസ്റ്റം ഫോർമുല, കസ്റ്റം കോളം ഫോർമുല എന്ന് കാണാൻ പറ്റും. അവിടെ നമുക്ക് ആ ഫോർമുല കൊടുക്കാനായിട്ട് പറ്റും. ഇവിടെ ഈക്വൽ ടു ഉണ്ടായിരിക്കും. നമുക്കറിയാം നമ്മുടെ എക്സലിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഈക്വൽ ടു, ഒരു ഫോർമുലയുടെ ബേസ് തന്നെ ഈക്വൽ ടു ആണ്. ആ ഒരു ഈക്വൽ വെച്ചിട്ട് തന്നെ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈക്വൽ ടു ഇവിടെ വന്നിട്ടുണ്ട്. അതിൽ നമുക്ക് ബാക്കി വരുന്ന എല്ലാ കോളം ഹെഡിങ്സും ഇവിടെ കാണാനായിട്ട് പറ്റും. അവൈലബിൾ കോളംസ് എന്ന് പറഞ്ഞിട്ട് ഇതിൽ നിന്ന് എനിക്ക് നമ്മുടെ ഇവിടുത്തെ ഒരു ഇക്വേഷൻ വരുന്നുണ്ടായിരിക്കുക നമ്മുടെ എമൗണ്ട് ഡിവൈഡഡ് ബൈ ക്വാണ്ടിറ്റി ആണ്. അപ്പൊ ഞാൻ ആദ്യം തന്നെ ഇവിടെ എമൗണ്ട് ഡബിൾ ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്യാണ്. ഇക്വേഷന്റെ അവിടെ കൾച്ചർ വെച്ചു. ഈക്വൽ ടു ഇവിടെ ഓൾറെഡി ഉണ്ട്. അതിൽ ഞാൻ എമൗണ്ടിനെ ഡബിൾ ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്ത് കൊടുത്തു. ഒരു സ്പേസ് ഇടുക. സ്പേസ് ഇട്ടിട്ട് ഡിവൈഡഡ് ബൈ നമ്മൾ സ്ലാഷ് ഇട്ട് കൊടുത്താൽ മതി. സ്ലാഷ് ഇട്ട് കൊടുക്കുക. ഒരു സ്പേസും കൂടെ ഇടുക. എന്നിട്ട് എനിക്ക് അടുത്തത് ഡിവൈഡഡ് ബൈ ക്വാണ്ടിറ്റി ആണ്. എമൗണ്ട് ഡിവൈഡഡ് ബൈ ക്വാണ്ടിറ്റി ആണ് വരിക. ക്വാണ്ടിറ്റി ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഇത്രയാണ് നമുക്ക് വേണ്ടുള്ളൂ. ഇക്വേഷൻ അവിടെ സെറ്റ് ആണ്. ഇനിയിപ്പോ ഇതിൽ വല്ലതും ആഡ് ചെയ്യുക അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഇപ്പൊ എന്റെ ഈ ഒരു ഡാറ്റ വെച്ച് എനിക്ക് ഇതേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഞാൻ അത്ര ചെയ്തിട്ടുണ്ട്. നേരെ ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്കിവിടെ റേറ്റ് പെർ യൂണിറ്റ് എന്ന് പറഞ്ഞിട്ട് പുതിയൊരു കോളം ഇവിടെ ആഡ് ആയി വന്നതായിട്ട് കാണാൻ പറ്റും. ഇങ്ങനെയാണ് നമുക്ക് കോളംസ് ആഡ് ചെയ്യാം. ഇനി ഇതൊന്നും വേണ്ടെന്നുണ്ട്, വെറുതെ കോളം ആഡ് ചെയ്യാൻ വേണ്ട വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജസ്റ്റ് കോളം ആഡ് ചെയ്യുക, പേര് കൊടുക്കുക, ഡാറ്റ നമുക്ക് എന്ത് ചെയ്യാം ഇൻസെർട്ട് ചെയ്ത് കൊടുക്കുക, അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ ഞാൻ ഒരു കാൽക്കുലേഷൻ നടത്തിയെന്ന് മാത്രം, ഒരു ഇക്വേഷൻ അപ്ലൈ ചെയ്തു എന്ന് മാത്രം. എനിക്ക് ഇങ്ങനെ കൊണ്ടുവരാനായിട്ട് പറ്റും. ഇനി പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഇത്തരം മാറ്റങ്ങളൊന്നും വേണ്ടാന്നുണ്ടെങ്കിൽ അപ്ലൈഡ് സ്റ്റെപ്സിൽ വരാം. വേണ്ടാത്ത കാര്യങ്ങൾ നമുക്ക് റിമൂവ് ചെയ്യാം, ഒക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. ഇനി ഇക്വേഷൻസിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നു എന്നുണ്ടെങ്കിൽ നമ്മുടെ സെറ്റിംഗ്സിൽ വരാം. നമ്മുടെ ഫൈൻഡിൽ വന്ന മിസ്റ്റേക്ക് തിരുത്താൻ പറഞ്ഞ പോലെ ഇവിടെ നമുക്ക് വന്നിട്ട് എന്ത് ചെയ്യാൻ പറ്റും, എന്തെങ്കിലും എറേഴ്സ് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് തിരുത്താനൊക്കെ പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതങ്ങനെ. ഇനി നമുക്ക് അടുത്തത് വരുന്നത് റിമൂവ് കോളംസ് ആണ്. കോളംസ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്കിപ്പോ ഇവിടെ റിമൂവ് ചെയ്യേണ്ടത് ഈ ഫസ്റ്റ് കിടക്കുന്ന ഈ 2-3 കോളം, നമ്മുടെ ഇൻവോയ്സും ഇൻവോയ്സ് ഡേറ്റും കസ്റ്റമർ നെയിമും എനിക്ക് റിമൂവ് ചെയ്യണം. ഓക്കെ, അപ്പൊ എനിക്ക് വേണമെങ്കിൽ 1 by 1 ആയിട്ട് റിമൂവ് ചെയ്യേണ്ടത്. ഈ ഒരു ഇൻവോയ്സ് മാത്രമാണ് റിമൂവ് ചെയ്യേണ്ടതുണ്ടെങ്കിൽ ജസ്റ്റ് അതൊന്ന് സെലക്ട് ചെയ്യുക. എന്തിനായാലും നമ്മൾ സെലക്ട് ചെയ്യണം. ഈ ഒരു കോളത്തിന്റെ ഹെഡിങ്ങിൽ ക്ലിക്ക് ചെയ്താൽ മതി. ഹെഡിങ്ങിൽ ക്ലിക്ക് ചെയ്താൽ അത് ഫുള്ള് സെലക്ട് ആവും. റൈറ്റ് ക്ലിക്ക് ചെയ്യുക, റിമൂവ് കോളം, റിമൂവ് എന്ന് കാണാൻ പറ്റും.
കോളം ആണ്, അപ്പൊ റിമൂവ് എന്ന് കൊടുത്താൽ അത് അവിടെ റിമൂവ് ആവും. റൈറ്റ് ക്ലിക്ക് ചെയ്ത് നമുക്ക് റിമൂവ് ചെയ്യാനായിട്ട് പറ്റും. അത് വേണ്ട, ഞാനതൊന്ന് റീഅപ്ലൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി അതേപോലെ തന്നെ ഈ ഒരു കോളം മാത്രം ഇവിടെ വെച്ചുകൊണ്ട് ബാക്കിയുള്ളത് എനിക്ക് റിമൂവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം വേണ്ട കോളം സെലക്ട് ചെയ്യുക, റൈറ്റ് ക്ലിക്ക് ചെയ്യുക, റിമൂവ് അതർ കോളംസ് എന്ന് നമുക്ക് കൊടുക്കാൻ പറ്റും. റിമൂവ് അതർ കോളംസ്, ബാക്കിയെല്ലാം റിമൂവ് ആകും, ഇത് മാത്രം അവിടെ നിൽക്കും. നമുക്ക് എങ്ങനെയാ വേണ്ടിച്ച് അതിനനുസരിച്ച് ചെയ്യാം. ഇനിയിപ്പോ എനിക്കിത് റാൻഡം ആയിട്ട് വരുന്ന ഒരു 2-3 കോളംസ് റിമൂവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ, റാൻഡം ആയിട്ട് വരുന്ന 2-3 കോളംസ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു കോളം സെലക്ട് ചെയ്യുക, കൺട്രോൾ കീ ഹോൾഡ് ചെയ്ത് പിടിക്കുക, അടുത്ത കോളം സെലക്ട് ചെയ്യുക, അടുത്ത കോളം സെലക്ട് ചെയ്യുക, അങ്ങനെ വേണ്ടതൊക്കെ കൺട്രോൾ ഹോൾഡ് ചെയ്തിട്ട് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. റൈറ്റ് ക്ലിക്ക് ചെയ്യുക, റിമൂവ് ചെയ്യുക. ഓക്കെ, റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് റിമൂവ് ചെയ്യാം കേട്ടോ. റിമൂവ് അതർ കോളംസ് ആണ് വെച്ചാൽ അതർ കോളംസ് കൊടുത്തു കഴിഞ്ഞാൽ അതൊക്കെ അവിടെ നിൽക്കും, ബാക്കിയുള്ളതൊക്കെ റിമൂവ് ആവും. ഇനി അതല്ല, റിമൂവ് കോളംസ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ സെലക്ട് ചെയ്ത് മാത്രം റിമൂവ് ആവും. ഇനി നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന കുറച്ച് കോളംസ് ആണ് റിമൂവ് ചെയ്യേണ്ടതുണ്ട്. എനിക്കിതേ ഇൻവോയ്സ് മുതൽ ഈ ഒരു പ്രൊഡക്റ്റ് നെയിം വരെയുള്ളതാണ് റിമൂവ് ചെയ്യണമെങ്കിൽ ആദ്യം ഇൻവോയ്സ് സെലക്ട് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് കൺട്രോൾ ഷിഫ്റ്റ് കൊടുത്തിട്ട് പ്രൊഡക്റ്റ് നെയിം സെലക്ട് ചെയ്യുക. അപ്പൊ അവിടെ വരെയുള്ളതെല്ലാം കണ്ടിന്യൂസ് ആയിട്ട് സെലക്ട് ആവും. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് റിമൂവ് ചെയ്യണമെങ്കിൽ റിമൂവ് ചെയ്യാം, അല്ലെങ്കിൽ അതർ കോളംസ് റിമൂവ് ചെയ്യാം, നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. സെലക്ട് ചെയ്യാം, നമ്മൾ നോർമലി എക്സലിലൊക്കെ യൂസ് ചെയ്യുന്ന പോലെ തന്നെയാണ്. കൺട്രോൾ ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓരോന്നോരോന്നായിട്ട് സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. മൾട്ടിപ്പിൾ സെലക്ഷന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. കൺട്രോൾ ഷിഫ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു സീക്വൻസ് അനുസരിച്ചാണ്, ആ ഒരു ഓർഡറിൽ വരുന്ന കംപ്ലീറ്റ് കാര്യങ്ങൾ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. അതിനുവേണ്ടി നമുക്ക് ഈ ഓപ്ഷൻസ് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. എന്നിട്ട് റിമൂവ് ചെയ്യണമെങ്കിൽ റിമൂവ് ചെയ്യാം. അപ്പൊ അത് നമുക്ക് വരുന്നുണ്ട്. ഇനി ഈ ഒരു ഷിഫ്റ്റിംഗ് അഡ്രസ് നമുക്ക് ഇനി അടുത്ത് നോക്കാനുള്ളത് സ്പ്ലിറ്റ് കോളം ആണ്. സ്പ്ലിറ്റ് കോളം എന്ന് പറയുന്ന ഓപ്ഷൻ ആണ് അടുത്ത് നോക്കാനുള്ളത്. ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഷിപ്പിംഗ് അഡ്രസ്സിൽ ഏതാണ്ട് 3 ഡാറ്റ നമുക്ക് വരുന്നുണ്ട്. നമ്മുടെ ഇരിഞ്ഞാലക്കുട, അതുപോലെ തന്നെ കൊച്ചി, കേരള, 3 കാര്യങ്ങൾ നമുക്ക് അതിൽ വരുന്നുണ്ട്. അപ്പൊ ഈ 3 എനിക്ക് 3 കോളത്തിലോട്ട് മാറ്റാം. അത് സ്പ്ലിറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിലാണ് നമ്മൾ ഈ പറയുന്ന സ്പ്ലിറ്റ് കോളം ഓപ്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഒരു കോളത്തിൽ കിടക്കുന്ന ആ ഒരു ഡാറ്റേനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് മറ്റു കോളങ്ങളിലോട്ട് മാറ്റാനായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാനിവിടെ ജസ്റ്റ് ഒന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നുണ്ട്. ആദ്യം സെലക്ട് ചെയ്യാം കേട്ടോ, നമുക്ക് ഏത് കോളമാണോ വേണ്ടത് സെലക്ട് ചെയ്യുക, റൈറ്റ് ക്ലിക്ക് ചെയ്യുക. ഇതിൽ നമുക്ക് സ്പ്ലിറ്റ് കോളം കാണാനായിട്ട് പറ്റും. സ്പ്ലിറ്റ് കോളം കൊടുത്തു കഴിഞ്ഞാൽ ഡയറക്റ്റ് സ്പ്ലിറ്റ് ആവില്ല. ഇവിടെ എന്ത് ചെയ്യണം, ബൈ ഡെലിമീറ്റർ അല്ലെങ്കിൽ നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് വെച്ചിട്ടോ അല്ലെങ്കിൽ പൊസിഷൻ വെച്ചുകൊണ്ടോ അല്ലെങ്കിൽ ലോവർ കേസ് അപ്പർ കേസ് എങ്ങനെയാ വെച്ചാൽ നമുക്ക് അതിനനുസരിച്ച് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറയുന്ന പോലെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഞാൻ ആദ്യം ഡെലിമീറ്റർ കൊടുക്കാണ്. ഡെലിമീറ്റർ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത് ഏതാണ്, കോമ ആണ്. അപ്പൊ നമുക്ക് കോമ അല്ലാതെ വേറെയും കുറെ വരുന്നുണ്ട് കേട്ടോ, കോളൻ, അതുപോലെ ഈക്വൽ സൈൻ, ഇതൊക്കെ വെച്ച് നമുക്ക് ഇതിനെ സ്പ്ലിറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇവിടെ നമുക്കിപ്പോ കോമേഴ്സ് ഇട്ടിട്ടാണ്, ഞാൻ ഇരിഞ്ഞാലക്കുട കഴിഞ്ഞ് കോമ ഇട്ട്, കൊച്ചി കഴിഞ്ഞ് കോമ ഇട്ട്, അങ്ങനെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ കോമ കൊടുത്തു. എന്നിട്ട് അടുത്തത് പറയുന്നത് ലെഫ്റ്റ് മോസ്റ്റ് ഡെലിമീറ്റർ. ഇവിടെ പറഞ്ഞിട്ടുണ്ട് ലെഫ്റ്റിൽ കിടക്കുന്ന ആ ഒരു ഡെലിമീറ്റർ ഉള്ളത് മാത്രം നമുക്ക് എന്ത് ചെയ്താൽ മതി, റിമൂവ് ചെയ്താൽ മതി എന്നുണ്ട്, അല്ലെങ്കിൽ ആ ഒരു ഓപ്ഷൻ കൊടുക്കാം. റിമൂവ് അല്ല, സ്പ്ലിറ്റ് ആണ്, സ്പ്ലിറ്റ് ചെയ്താൽ മതി ഉണ്ടെങ്കിൽ ആ ഒരു ലെഫ്റ്റ് മോസ്റ്റ് ഡെലിമീറ്റർ കൊടുത്തു, ഓക്കെ കൊടുത്തു. ആ ലെഫ്റ്റിൽ കിടക്കുന്നത് മാത്രം സ്പ്ലിറ്റ് ആയി, ബാക്കി രണ്ടും ഒന്നിച്ച് വന്നിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ വേണമെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം. ഞാൻ ഇതൊന്ന് ചേഞ്ച് ആക്കുന്നുണ്ട്. ഇനി വീണ്ടും ഞാൻ റൈറ്റ് ക്ലിക്ക് ചെയ്ത് വന്നിട്ടുണ്ട്, നമ്മുടെ സ്പ്ലിറ്റ് കോളത്തിൽ വന്നു, ഡെലിമീറ്റർ എടുത്തു, കോമയാണ് നമുക്ക് വരുന്നത്. ഇനി റൈറ്റ് മോസ്റ്റ് ഡെലിമീറ്റർ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു റൈറ്റ് കിടക്കുന്നത് മാത്രം സ്പ്ലിറ്റ് ആവും, ബാക്കിയൊക്കെ അതേപോലെ നിൽക്കും. റൈറ്റ് കിടക്കുന്നത് മാത്രം സ്പ്ലിറ്റ് ആയിട്ടുണ്ട്, ബാക്കി രണ്ടും അതേപോലെ തന്നെ നിൽക്കുന്നുണ്ട്. അത് നമ്മുടെ ഡാറ്റയിൽ എങ്ങനെയാണോ ഓരോ സിമ്പിൾസ് കാര്യങ്ങൾ വരുന്നത് അതിനനുസരിച്ച് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുള്ളൂ. ഇനി അടുത്ത് നമുക്ക് വരുന്നത് സ്പ്ലിറ്റ് കോളത്തിൽ തന്നെ ഡെലിമീറ്റർ കൊടുത്തു, ഈച്ച് ഒക്കറൻസ് ഓഫ് ദ ഡെലിമീറ്റർ, ഞാൻ കൊടുത്തിരിക്കുന്ന ആ ഒരു കോമ എവിടെയൊക്കെ വരുന്നു അതിനൊക്കെ സ്പ്ലിറ്റ് ചെയ്യണം. ഇവിടെ 3 വരുന്നുണ്ട് നമുക്ക് കോമ, അതൊക്കെ സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്താൽ മതി. 3 സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് വരും. ഇങ്ങനെ കൊടുക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് നമ്മുടെ കോളത്തിനെ നമ്മൾ എന്ത് ചെയ്യുന്നത്, റിമൂവ് ചെയ്യുന്നത്, സ്പ്ലിറ്റ് ചെയ്യുന്നത്.
അപ്പൊ ഇത്രയും കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് വരുന്നത്. നമ്മളിപ്പോ നോക്കിയിട്ടുള്ളത് നമ്മുടെ കോളത്തിന്റെ നെയിം ചേഞ്ച് ചെയ്യുക, അതുപോലെ തന്നെ ആഡ് ചെയ്യുക, അതുപോലെ തന്നെ കോളംസ് റിമൂവ് ചെയ്യുക, പിന്നെ സ്പ്ലിറ്റ് ചെയ്യുക. ഇത്രയാണ് നോക്കിയത്. ഇനി മെർജ് ചെയ്യാൻ പറ്റും. സ്പ്ലിറ്റ് ചെയ്ത കാര്യങ്ങൾ നമുക്ക് മെർജ് ചെയ്യാം. ഞാൻ ഒന്നും കൂടെ സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്. സ്പ്ലിറ്റ് കോളം കൊടുത്തു. നമുക്ക് ഡെലിമീറ്റർ വെച്ചുകൊണ്ട് ഞാനിവിടെ കോമ വെച്ചു. ഞാൻ ഓരോന്നിനി സ്പ്ലിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഈ സ്പ്ലിറ്റ് ചെയ്ത് 3 എണ്ണത്തിൽ കിടക്കുന്നതിന് എനിക്ക് എന്ത് ചെയ്യണം? ഒന്നിച്ചാക്കണം. അതാണ് ഇനി ചെയ്യാൻ പോകുന്നത്. അതെ, അഡ്രസ്, ഷിപ്പിംഗ് അഡ്രസ് 1, 2, 3 എന്ന് പറഞ്ഞിട്ട് വന്നു. ഇതൊക്കെ ഒന്നിച്ചൊരു കോളത്തിലായിരുന്നു. അപ്പൊ അതൊരു ഡീഫോൾട്ട് ഓരോ കോളം നെയിം കൊടുക്കും. എന്നിട്ട് അതിനെ റിമൂവ് ചെയ്ത് സ്പ്ലിറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. ഇനി ഇതിനെ ഒന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് കൺട്രോൾ ഹോൾഡ് ചെയ്തിട്ട് ഓരോന്നോരോന്നായിട്ട് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. സെലക്ട് ചെയ്തതിന് ശേഷം നേരെ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. നമ്മുടെ മെർജ് കോളംസ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാനായിട്ട് പറ്റും. അവിടെയും ചോദിക്കും നമ്മുടെ അടുത്ത് ഇൻസേർട്ട് കൊടുക്കുക. അവിടെ നമുക്ക് ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് ഇതിനെ ഓരോന്നിനും നമ്മൾ മെർജ് ചെയ്യുന്ന സമയത്ത് എന്ത് വെച്ചാണ് ഡിനോട്ട് ചെയ്യേണ്ടത്? വെറുതെ സ്പേസ് മതിയോ, അല്ലെങ്കിൽ കോമ ഇടണോ, കോളൻ ഇടണോ എന്നൊക്കെ ചോദിക്കുകയാണ്. നമ്മൾ സ്പ്ലിറ്റ് ചെയ്തത് എങ്ങനെയായിരുന്നു? നമ്മൾ കൊടുത്തിരിക്കുന്ന ഓരോരോ ഡെലിമീറ്റർ അനുസരിച്ചുകൊണ്ടാണ് നമ്മൾ സ്പ്ലിറ്റ് ചെയ്തത്. അതേപോലെ തന്നെ മെർജ് ചെയ്യുന്ന സമയത്തും അതിന്റെ ഇടയ്ക്ക് വല്ല സിമ്പിൾസ് കാര്യങ്ങൾ വേണമെന്നാണ് നമ്മളിവിടെ ചോദിക്കുന്നത്. ഇനി കസ്റ്റമായിട്ട് എന്തെങ്കിലും കൊടുക്കണമെങ്കിൽ കസ്റ്റമായിട്ട് കൊടുക്കാട്ടെ. എനിക്ക് ഇവിടെ നല്ല സ്ലാഷോ ഹൈഫണോ എന്താ വെച്ചാൽ നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും. കൊടുത്താൽ മതി. അങ്ങനെ നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. ഞാനിപ്പോ നമ്മൾ കോമ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? കോമ സെലക്ട് ചെയ്ത് കൊടുക്കാണ്. മെർജ് ചെയ്യണം. മെർജ് ഇടന്ന് കൊടുത്തതിന് ശേഷം ഓക്കെ കൊടുക്കുക. ഇതെല്ലാം കൂടെ ഒന്നിച്ച് പഴയ പോലെ നമുക്ക് മെർജ് ചെയ്ത് കിട്ടുന്നതാണ്. ഇങ്ങനെ നമുക്ക് മെർജ് ചെയ്യാനും പറ്റുന്നുണ്ട്. ഇത്രയാണ് നമ്മുടെ ഈ ഒരു സെക്ഷനിൽ വന്നിട്ടുള്ളത്. ഇനി നമുക്ക് അടുത്തത് നമുക്ക് വരുന്നത് അൺപിവോട്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരുന്നുണ്ട്. അതിനുവേണ്ടി അൺപിവോട്ട് എന്ന് പറഞ്ഞിട്ടൊരു കോളം, ഒരു ഡാറ്റ ഇവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഡാറ്റ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇവിടെ ഈ ഒരു കോളം റോയില് എറർ വന്നത് കാണാൻ പറ്റും. അത് വേറെ ഒന്നുമില്ല, ഞാൻ ഈ ഒരു ചേഞ്ച് ടൈപ്പ് എന്നുള്ള ആ ഒരു സാധനം ക്ലോസ് ചെയ്തതാണ്. ഒരിക്കലും നമ്മൾ ചേഞ്ച് ടൈപ്പ് ക്ലോസ് ചെയ്യാനായിട്ട് പാടില്ല. ഞാനിപ്പോ നേരത്തെ ചെയ്തപ്പോ ആ ഒരു സാധനം ക്ലോസ് ആയിട്ടുണ്ടായിരുന്നു. അത് ക്ലോസ് ആയതുകൊണ്ടാണ് ഈ വന്നിട്ടുള്ളത് കേട്ടോ. ഇത് നമ്മുടെ മുകളിലെ ചേഞ്ച് ടൈപ്പ് എടുത്താൽ മതി, ഓട്ടോമാറ്റിക്കാ പഴയ പോലെ തന്നെ വരും. ഇതിൽ ഇടയ്ക്ക് ഒരു ചേഞ്ച് ടൈപ്പ് വന്നിട്ടുണ്ടായിരുന്നു. അത് ഞാനൊന്ന് റിമൂവ് ആക്കിയതാണ്. അതുകൊണ്ടാണ് ഇതിങ്ങനെ വന്നിട്ടുള്ളത്. കാര്യം വെക്കണ്ട. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് നമ്മുടെ അൺപിവോട്ടിൽ വരാം. ഓക്കെ, അൺപിവോട്ടില് എന്താണ് അൺപിവോട്ട് എന്ന് ഉദ്ദേശിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ആദ്യം എക്സലിൽ ഈ ഒരു ഡാറ്റ ഒന്ന് ഓപ്പൺ ആക്കി കാണിച്ചു തരാം. ഓക്കെ, കോളം ട്രാൻസ്ഫോർമേഷനിൽ ഞാനിവിടെ അൺപിവോട്ട് എന്നുള്ള ഒരു ടേബിൾ ഞാനിവിടെ ഓപ്പൺ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഈ ഒരു ടേബിളിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്തല്ല കറക്റ്റ്, അതായത് പിവോട്ട് ടേബിൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് നമ്മുടെ എക്സലിനകത്ത്. ആ പിവോട്ട് ടേബിളിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേണ്ട കാര്യങ്ങൾ അവിടെ ഓർഗനൈസ്ഡ് ആയിരിക്കും. നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും? അപ്ലൈ ചെയ്യാം. അതിപ്പോ എനിക്കിത് 2018 ഡാറ്റ വേണം, 19 ഡാറ്റ വേണം എന്ന് പറഞ്ഞാൽ എളുപ്പം അവിടെ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും? സെലക്ട് ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഞാനിപ്പോ ഇത് നമ്മുടെ എക്സലിലാണ് കിടക്കുന്നത്. ഈ എക്സലിലുള്ള ഈ ഒരു ഡാറ്റ ഞാനൊന്ന് സെലക്ട് ചെയ്തതിന് ശേഷം സെലക്ട് ചെയ്തു, ഫുള്ളൊന്ന് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇൻസേർട്ടിൽ വന്നിട്ട് പിവോട്ട് ടേബിൾ ഇട്ട് കൊടുക്കുകയാണ്. ഓക്കെ, പിവോട്ട് ടേബിളിന് ന്യൂ വർക്ക് ഷീറ്റിൽ ഞാനൊരു റേഞ്ച് ഓഫ് ഇയേഴ്സ് ഉണ്ട്. ഈ ഇയറുകളെല്ലാം എന്താണ് ഓരോ ഹെഡിങ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. എനിക്കിപ്പോ ഇതിൽ ഒരു ഡീലറെ ഞാൻ സെലക്ട് ചെയ്ത് കൊടുത്തു. 2024 കാണണം. ഇതേ ഒന്നിച്ച് ഇങ്ങനെ നമുക്ക് വന്നിരിക്കുകയാണ്. പക്ഷെ ശരിക്കും ഒരു കറക്റ്റ് ആയിട്ട് പിവോട്ടഡ് ഡാറ്റ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും എന്താവില്ല, ഈ പറഞ്ഞ പോലെ തന്നെ ഓരോരോ ഇയേഴ്സ് ഇങ്ങനെ സെപ്പറേറ്റ് കോളത്തിൽ നമുക്ക് വന്ന് കിടക്കില്ല. അതായത് കോളം വൈസ് നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യാറില്ല, നമ്മുടെ ഈ പറഞ്ഞ പോലെ ഇയർ നമ്മൾ കൊടുക്കാറില്ല. അപ്പൊ അതൊന്ന് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു അൺപിവോട്ട് എന്നുള്ള ഓപ്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോ ഇവിടെ ശരിക്കും നമുക്ക് പിവോട്ട് ആക്കി മാറ്റാൻ വേണ്ടിയാണ് നമ്മൾ ഇവിടെ അൺപിവോട്ട് എന്നുള്ള ഓപ്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. പിവോട്ടഡ് ഡാറ്റയാണ് നമുക്ക് കറക്റ്റ് ആയിട്ട് പ്രസന്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതെങ്ങനെ ചേഞ്ച് ചെയ്യാനാണ് നമ്മൾ നോക്കുന്നത്. ഈ കിടക്കുന്ന ഓരോന്നിനും നമുക്ക് എന്ത് ചെയ്യണം? നമ്മുടെ റോ വൈസ് ആക്കി മാറ്റണം. ഈ കോളം വൈസ് കിടക്കുന്ന ഇയറിനെ നമുക്ക് റോ വൈസ് ആക്കി ചേഞ്ച് ചെയ്യണം. അതാണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. അതിനുവേണ്ടി ഞാനിത് പവർ ബിയിലോട്ട് വന്നു. നമ്മുടെ പവർ ക്വറി എഡിറ്ററിൽ വന്നു. അൺപിവോട്ട് 1 എന്ന് പറയുന്ന ഒരു ഡാറ്റയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. എവിടെ കാണാനായിട്ട് പറ്റും?
ഓരോന്നും 2018, 19, 20 എന്ന് പറഞ്ഞിട്ട് കോളം വൈസ് കിടക്കാണ്. അതിനെ ഞാൻ റോ വൈസ് ആക്കാനായിട്ട് പോവാണ്. വന്നിട്ടുണ്ട്. ഇനി അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേണ്ട ഡാറ്റ, എനിക്ക് ഈ ഒരു 2018, 19, 20, 21 എനിക്ക് പിവോട്ട് ആക്കേണ്ടത്. അപ്പോൾ അതിനു വേണ്ടി ഞാൻ ഇവിടെ ആദ്യം തന്നെ നമ്മുടെ പ്രൊഡക്റ്റ്, അതുപോലെ തന്നെ സെയിൽസ് പേഴ്സൺ, അതുപോലെ ഡീലർ, റീജിയൻ, നമ്മുടെ ഡേറ്റ് ഒഴികെയുള്ള ബാക്കിയെല്ലാം, ഡേറ്റുകൾ ഒഴികെ, അതായത് ഡേറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഞാൻ ഇയർ ആണ്, ഈ ഇയർ ഹെഡിങ്സ് കിടക്കുന്നത് ഒഴികെയുള്ള ബാക്കിയെല്ലാം ഞാനൊന്ന് സെലക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, പിവോട്ട് ആക്കാനായിട്ട് പോവാണ്. ബാക്കിയെല്ലാം സെലക്ട് ആക്കാം കേട്ടോ. നമ്മുടെ ഇയേഴ്സ് ഞാൻ സെലക്ട് ആക്കിയിട്ടില്ല, ബാക്കി കോളംസ് മാത്രമേ ഞാൻ ഇതെല്ലാം ഞാൻ സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇയേഴ്സ് മാത്രം ഞാൻ സെലക്ട് ചെയ്തിട്ടില്ല. ഇത്രയും കൊടുത്തതിന് ശേഷം നേരെ നമുക്ക് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പൊ എനിക്ക് പിവോട്ട് ആക്കേണ്ട ഡാറ്റ കിടക്കുന്നത് നമ്മുടെ ഇയേഴ്സ് ആണ്. ആ ഇയേഴ്സ് മാത്രം ഞാൻ സെലക്ട് ആക്കിയിട്ടില്ല, ബാക്കിയുള്ളതാണ് ഞാൻ എന്ത് ചെയ്തിട്ടുള്ളത്, സെലക്ട് ചെയ്തിട്ടുള്ളത്. അതിനെ ഒന്ന് സെലക്ട് ചെയ്തിട്ട് റൈറ്റ് ക്ലിക്ക് കൊടുക്കുക. ഇവിടെ അൺപിവോട്ട് കോളംസ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാനായിട്ട് പറ്റും. അൺപിവോട്ട് കോളംസ്, അതിൽ അൺപിവോട്ട് കോളംസ് അതർ എന്നുള്ളത് കൊടുക്കാം. ഓക്കെ, അപ്പൊ നമ്മള്
പറഞ്ഞു നിർത്തിയത് നമ്മുടെ പിവോട്ട് കോളത്തിന്റെ കാര്യത്തിലായിരുന്നു. അപ്പൊ നമുക്ക് പിവോട്ട് ആക്കേണ്ടത് നമ്മുടെ ഈ പറഞ്ഞ ഡേറ്റുകളായിരുന്നു. അപ്പൊ ആ ഡേറ്റ്, അതായത് ഇയേഴ്സ് കിടക്കുന്ന കോളംസ് ഒഴികെയുള്ള ബാക്കിയെല്ലാം നമ്മളൊന്ന് സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സെലക്ട് ചെയ്തതിന് ശേഷം നേരെ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് പിവോട്ട് ആക്കേണ്ടത്, ഞാൻ പിന്നെയും പറയാണ്, നമ്മുടെ പിവോട്ട് ആക്കേണ്ടത് ഡേറ്റ് കോളംസ്, അതായത് ഇയേഴ്സ് എന്ന് പറയുന്ന കോളംസിനെയാണ്. അപ്പൊ ഇവിടെ നമുക്ക് ഇവരെ എന്ത് ചെയ്യാണ് വേണ്ടത്, അൺപിവോട്ട് ആക്കുകയാണ് വേണ്ടത്. അപ്പോൾ അൺപിവോട്ട് അതർ കോളംസ് എന്നുള്ള ഓപ്ഷൻ ആണ് നമ്മൾ കൊടുക്കേണ്ടത്. സെലക്ട് ചെയ്ത് വെച്ചതിൽ അൺപിവോട്ട് അതർ കോളംസ്, അൺപിവോട്ട് കോളംസ് കൊടുത്തു കഴിഞ്ഞാൽ ഈ സെലക്ട് ആയിരിക്കുന്നതിന് എന്തായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കുക, അൺപിവോട്ട് ആക്കുക. അപ്പൊ ഇവിടെ നമുക്ക് ബാക്കിയുള്ള കോളംസിനാണ് അൺപിവോട്ട് ആക്കേണ്ടത്. അതുകൊണ്ട് അൺപിവോട്ട് അതർ കോളംസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പൊ തന്നെ നമുക്ക് നമ്മുടെ ഡാറ്റയിൽ ചേഞ്ച് വന്നത് കാണാനായിട്ട് പറ്റും. ഈ ഒരു എല്ലാ ഡേറ്റുകളും കൂടെ ചേർന്ന് പുതിയൊരു കോളത്തില്, ആ പുതിയ കോളത്തിന് അവർ ഓട്ടോമാറ്റിക്കലി കൊടുന്ന് തരുന്ന പേരാണ് നമ്മുടെ ഈ പറയുന്ന ആട്രിബ്യൂട്ട് എന്നുള്ള പേര്. അതിൽ എല്ലാ ഇയേഴ്സിന്റെ ഓട്ടോമാറ്റിക് വന്ന് അറേഞ്ച് ആയിട്ടുണ്ടായിരിക്കും. അപ്പൊ നമുക്ക് കറക്റ്റ് ആണ്, നമ്മുടെ ആ ഒരു റോ വൈസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി, ഇവിടെ ആ ഒരു ഡാറ്റ കിട്ടാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതിനനുസരിച്ച് നമുക്ക് എന്ത് സംഭവിച്ചിട്ടുണ്ടായിരിക്കും, നമ്മുടെ സെയിൽസ് പേഴ്സന്റെ എണ്ണം, അതുപോലെ പ്രൊഡക്റ്റിന്റെ എണ്ണം, ഡീലറിന്റെ എണ്ണം ഒക്കെ ഇവിടെ കൂടിയിട്ടുണ്ടായിരിക്കും. പക്ഷെ നമ്മുടെ ആ ഒരു ഡേറ്റ് ഫുള്ള് ഒരു കോളംസ് ആയിട്ട് കടന്നിരുന്ന ആ മുഴുവൻ ഡേറ്റ് അല്ലെങ്കിൽ ഇയേഴ്സിനെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്, ഇവിടെ ഒരൊറ്റ കോളത്തിലോട്ട് കൊണ്ടുവരാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതിനാണ് നമ്മുടെ ഈ ഒരു അൺപിവോട്ട് ഓപ്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി ഇതിൽ തന്നെ നമുക്ക് ഇതിന്റെ ഡാറ്റ ടൈപ്പ് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. ഞാനിപ്പോ ഈ ഒരു കോളം ഇവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് പുതിയതായിട്ട് വന്നിട്ടുള്ള കോളം ഇതാണ്. ഇതിന്റെ ഹെഡിങ് എന്താ വെച്ചാൽ നമുക്ക് കൊടുക്കാം കേട്ടോ. ഡേറ്റ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം. ഡേറ്റ് എന്ന് പറഞ്ഞ് ഹെഡിങ് കൊടുത്തു കഴിഞ്ഞാൽ ഇതിനകത്ത് ഡേറ്റ് ആയിട്ടല്ല കിടക്കുന്നത്, ഇയർ ആയിട്ടാണ് കിടക്കുന്നത് ഡാറ്റ. അത് ചേഞ്ച് ചെയ്യാൻ വേണ്ടി റൈറ്റ് ക്ലിക്ക് ചെയ്യുക. നമ്മുടെ ഓരോ ഹെഡിങ്ങിൽ കിടക്കുന്ന ഡാറ്റയ്ക്ക് നമുക്ക് പല പല ഡാറ്റ ടൈപ്പുകൾ ഉണ്ട്. നമ്മുടെ ടേബിളിനകത്ത് കിടക്കുന്ന ഡാറ്റ ടെക്സ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ടെക്സ്റ്റ് എന്നുള്ള ഡാറ്റ ടൈപ്പ് ആണ് കൊടുക്കുക. അതുപോലെ തന്നെ അതിനകത്ത് ഡേറ്റ് ആണെങ്കിൽ ഡേറ്റ് എന്നുള്ള ഡാറ്റ ടൈപ്പ് കൊടുക്കും. നമ്പേഴ്സ് ആണെങ്കിൽ നമ്മൾ നമ്പർ എന്നുള്ള ഡാറ്റ ടൈപ്പ് കൊടുക്കും. അങ്ങനെ പല പല ഡാറ്റ ടൈപ്പുകൾ നമുക്ക് വരുന്നുണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് ഡേറ്റ് ആണ് കൊടുക്കേണ്ടത്. ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ചേഞ്ച് ടൈപ്പ്. അതിൽ ഡെസിമൽ നമ്പർ, അതുപോലെ തന്നെ ഫിക്സഡ് ഡെസിമൽ നമ്പർ, വോൾ നമ്പർ, ഇങ്ങനെ കുറെ ഓപ്ഷൻസ് ഉണ്ട്. ഇതിൽ ടെക്സ്റ്റിലാണ് ഇത് കിടക്കുന്നത്. അത് മാറ്റിയിട്ട് ഞാൻ എന്താക്കാനായിട്ട് പോവാണ്, നമ്മുടെ ഡേറ്റ് എന്നാക്കി മാറ്റാനായിട്ട് പോവാണ്. ഡേറ്റ് കൊടുത്തു, അത് ആ ഒരു ഡേറ്റ്, ഇവിടെ നമ്മൾ ഡേറ്റ് ഇൻസേർട്ട് ചെയ്തില്ല, അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് ആ മന്തിലെ ഇയറിലെ ഫസ്റ്റ് ഡേറ്റ് ആയിട്ടായിരിക്കും നമുക്ക് വന്നിട്ടുണ്ടായിരിക്കാം. അങ്ങനെ നമുക്ക് എല്ലാത്തിനെയും ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. ഡാറ്റ ടൈപ്പ് ചേഞ്ച് ചെയ്താണ് ഇപ്പൊ നമ്മള്, ഞാൻ ഒന്നും കൂടി കാണിച്ചു തരാം ഡാറ്റ ടൈപ്പ് ചേഞ്ച് ചെയ്ത് എങ്ങനെയാന്നുള്ളത്. ഇതൊരു ഡേറ്റ് ഫോർമാറ്റിലോട്ട് മാറ്റാൻ വേണ്ടിയിട്ട് ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, നേരെ ചേഞ്ച് ടൈപ്പ്, ടൈപ്പ് ചേഞ്ച് ചെയ്യുക അല്ലെങ്കിൽ ഡാറ്റ ടൈപ്പ് ചേഞ്ച് ചെയ്യാന്ന് പറയും. അതിൽ പല ടൈപ്പുകൾ ഉണ്ട്. ടെക്സ്റ്റിലാണ് കിടക്കുന്നത്. അതിനകത്ത് കിടക്കുന്ന ഡാറ്റ ഒരിക്കലും എന്തല്ല, ടെക്സ്റ്റ് അല്ല. അപ്പൊ തന്നെ നമുക്കറിയാം തെറ്റാന്നുള്ളത്. നേരെ എന്ത് ചെയ്യുക, ഡേറ്റ്, ഇനിയിപ്പോ ടൈം ആക്കണമെങ്കിൽ ടൈം ആക്കാം, അല്ല ഇനി ജസ്റ്റ് ഒരു നമ്പർ ആയിട്ട് കൊടുക്കണമെങ്കിൽ വോൾ നമ്പർ കൊടുക്കുക. അങ്ങനെ നമുക്ക് എങ്ങനെയാ വെച്ചാൽ ചെയ്യാം. ഞാനിപ്പോ ഇവിടെ ഡേറ്റ് ആക്കി മാറ്റിയിട്ടുണ്ട്. ഓക്കെ, ഇത്രയാണ് നമ്മുടെ ഈ ഒരു സെക്ഷനിൽ പിവോട്ട്, അൺപിവോട്ട് എന്നുള്ള സെക്ഷനിൽ വരുന്നത്. ഇനി നമുക്ക് അടുത്തത് വരുന്നത് നമ്മുടെ ട്രാൻസ്പോസ് ആണ്. ട്രാൻസ്പോസ് നമുക്ക് എക്സലിൽ ഒരു ഫംഗ്ഷൻ വരുന്നുണ്ട്. ട്രാൻസ്പോസ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഫോർമുല നമുക്ക് എക്സലിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെയാണ് നമുക്ക് ഇവിടെയും വരുന്നത് നമ്മുടെ ട്രാൻസ്പോസ്. ട്രാൻസ്പോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റോ വൈസ് ഡാറ്റനെ കോളം വൈസ്, കോളം വൈസ് ഡാറ്റനെ റോ വൈസ്, അതായത് റിവേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മാറ്റി കൊടുക്കുക. ഇവിടെ ഇപ്പൊ നമ്മള് കിടക്കുന്ന ഡാറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീജിയൻ, അതുപോലെ തന്നെ ഇയേഴ്സ് എല്ലാം കോളം വൈസ് ആണ് ഇവിടെ കിടക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഓരോ കോളത്തിലാണ് നമുക്ക് നമ്മുടെ ഈ ഇയേഴ്സ് കാര്യങ്ങൾ കൊടുത്തിട്ടുള്ളത്. ഇനി അതുപോലെ തന്നെ റീജിയൻ കൊടുത്തിട്ടുള്ളത് നമുക്ക് ഇത് ഓരോ റോകളിലായിട്ടാണ് നമ്മൾ റീജിയൻ കൊടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് മൊത്തത്തിൽ ഒന്ന് ചേഞ്ച് ചെയ്യാൻ പറ്റും. നമുക്കിവിടെ വേറെ ഒന്നും ചെയ്യാനില്ല, ട്രാൻസ്പോസിൽ വരിക. ട്രാൻസ്പോസിൽ വന്നതിന് ശേഷം നമ്മുടെ ക്വസ്റ്റ്യൻ ഉണ്ടോ, ഞാൻ വേറെ ഡാറ്റയാണ് എടുത്തിട്ടുള്ളത്. എക്സൽ ഷീറ്റ് മാറിയിട്ട് ഇത്ര നേരം നമ്മൾ അൺപിവോട്ടിൽ നിൽക്കുന്നുണ്ടായിരുന്നത്. ഡാറ്റ ഞാൻ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ട്രാൻസ്പോസ് 2 എന്നുള്ള ഡാറ്റ എടുത്തിട്ടുണ്ട്. ചെറിയൊരു ഡാറ്റ ഉണ്ട്, പെട്ടെന്ന് മനസ്സിലാക്കാൻ നമുക്ക് ഇതാണ് നല്ലത്. അതുകൊണ്ട് ചെറിയ ഡാറ്റയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഈ ഒരു ഡാറ്റയിൽ വന്നിട്ടുണ്ട്. ഇവിടെ വന്നിട്ട് നമുക്ക് ഹൊറിസോണ്ടൽ വെർട്ടിക്കലും അതുപോലെ തന്നെ വെർട്ടിക്കൽ ഹൊറിസോണ്ടലും വെക്കാൻ വേണ്ടിയാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. നമ്മുടെ ടാബിൽ നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ ടാബിൽ ട്രാൻസ്ഫോം എന്ന് കാണാൻ പറ്റും. അതിന്റെ താഴെ തന്നെ നമുക്ക് ട്രാൻസ്പോസ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് ഒന്ന് കൊടുത്താൽ മതി, നമുക്കത് ചേഞ്ച് ആയിട്ടുണ്ടായിരിക്കും. അതെ, ഇവിടെ നമുക്ക് ഓരോ ഈസ്റ്റ്, വെസ്റ്റ് അതുപോലെ തന്നെ നോർത്ത് എന്നുള്ളതൊക്കെ നമുക്ക് ഇത് കോളം വൈസ് വന്നു. ഇയേഴ്സ് എല്ലാം നമുക്ക് ഇത് ഇവിടെ ഇങ്ങനെ ഒരു റോ വൈസും വന്നിട്ടുണ്ടായിരിക്കും. അപ്പൊ ഇതിനു വേണ്ടിയാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത്. ട്രാൻസ്പോസ് കൊടുക്കുക, തിരിച്ച് വീണ്ടും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിന് വീണ്ടും ട്രാൻസ്പോസ് ചെയ്യാനായിട്ട് പറ്റും. ഇങ്ങനെ ട്രാൻസ്പോസ് ഇടാനായിട്ട് നമുക്ക് പറ്റുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഇതിൽ വരുന്നത്. ഇവിടെ കുറെ ട്രാൻസ്പോസ് ഇട്ടുണ്ട്, അതൊക്കെ ഞാൻ റിമൂവ് ചെയ്യുന്നുണ്ട്. ഒന്നും കൂടെ ട്രാൻസ്പോസ് കാണിച്ചു തരാം. നമ്മുടെ ഇയറുകളെല്ലാം ട്രാൻസ്പോസ് ആയിട്ടാണ് കിടക്കുന്നത്. ട്രാൻസ്പോസ് ആക്കാൻ വേണ്ടിയിട്ട്
നമ്മുടെ ഇയറുകളെല്ലാം നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത് കോളം വൈസ് ആണ്. അപ്പൊ അതൊന്ന് ചേഞ്ച് ചെയ്യാൻ വേണ്ടി നമുക്ക് റോ വൈസ് ആക്കണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ട്രാൻസ്പോസിലും ക്ലിക്ക് ചെയ്യുക, എല്ലാം നമുക്ക് ചേഞ്ച് ആയിട്ട് വരും. ഇവിടെ കടന്നിരുന്ന നമ്മുടെ ഈ പറയുന്ന എല്ലാ ഈസ്റ്റ് വെസ്റ്റ് അതുപോലെ തന്നെ നോർത്ത് സൗത്ത് എന്ന് പറയുന്ന റോ വൈസ് കിടക്കുന്ന ഡാറ്റ എന്തായിട്ടുണ്ടാവും, കോളം വൈസ് ആയിട്ട് മാറിയിട്ടുണ്ടായിരിക്കും. ഇതിനു വേണ്ടിയാണ് നമ്മളത് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇത്രയാണ് നമ്മുടെ കോളം ട്രാൻസ്ഫോർമേഷനിൽ വരുന്നത്. ഇനി ഈ പറഞ്ഞ പോലെ തന്നെ റോ ട്രാൻസ്ഫോർമേഷൻ നമുക്ക് അടുത്തതായിട്ട് വരുന്നുണ്ട്. റോ ട്രാൻസ്ഫോർമേഷനിൽ ഇപ്പൊ ഈ പറഞ്ഞ പോലെ നമ്മൾ കോളം ആഡ് ചെയ്തു, അതുപോലെ തന്നെ നമ്മൾ കോളത്തിനെ ഡിലീറ്റ് ചെയ്തു, അങ്ങനെ കുറെ കാര്യങ്ങൾ ചെയ്തു. ഇതേപോലെ നമുക്ക് റോ ആഡ് ചെയ്യാനും അതുപോലെ തന്നെ ഡിലീറ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ പറ്റുന്നുണ്ട്. ചെറിയ ചേഞ്ച് വരുന്നുണ്ട്, അതിനനുസരിച്ച് നമുക്ക് ഇവിടെ ചെയ്യാനായിട്ട് പറ്റും. അത് നമുക്ക് ഇനി നോക്കാനുണ്ട് അടുത്തതായിട്ട്. ഓക്കെ, അപ്പൊ നമുക്ക് റോ ട്രാൻസ്ഫോർമേഷൻ നോക്കാം. റോ ട്രാൻസ്ഫോർമേഷൻ നമ്മൾ ഈ കോളം പറഞ്ഞ പോലെ തന്നെ കോളത്തിൽ നമ്മൾ കുറെ ആഡ് ചെയ്യുക റിമൂവ് ചെയ്യുക കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ റോന്റെ കേസിലും ആഡ് ചെയ്യുക റിമൂവ് ചെയ്യുക ഒക്കെ നമുക്ക് വരുന്നുണ്ട്. എങ്ങനെയാ ചെയ്യാന്നുള്ളത് നോക്കാം. അതിനുവേണ്ടി വേറൊരു ഡാറ്റ ഉണ്ട്, നമുക്ക് ഡാറ്റ ഓപ്പൺ ചെയ്യാം. ഞാൻ ഇതൊന്ന് ക്ലോസ് ചെയ്യുന്നുണ്ട്, പവർ ക്വറി ക്ലോസ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ എക്സൽ വർക്ക് ബുക്ക് സെലക്ട് ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടി ഇതേപോലെ ഒരു ഡാറ്റ എടുത്ത് വെച്ചിട്ടുണ്ട്. റോ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞൊരു ഡാറ്റ ഉണ്ട്, അതൊന്ന് സെലക്ട് ചെയ്യുക, ഓപ്പൺ ചെയ്യുക. ഡാറ്റ ലോഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഈ ലോഡ് ചെയ്തതിൽ നമുക്ക് ഡാറ്റ ഈ ഒരു റോ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്ന ഡാറ്റ നമുക്കൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. ടേബിൾ വേണമെന്നില്ല, നമ്മൾ എന്തായാലും ട്രാൻസ്ഫോം ചെയ്യാൻ പോകണല്ലോ, അപ്പൊ നമ്മൾ കറക്റ്റ് സ്ട്രക്ചറിലുള്ളത് എടുക്കണം എന്നില്ല. ഞാനിവിടെ റോ ട്രാൻസ്ഫോർമേഷൻ ആണ് എടുക്കുന്നത്. ഓക്കെ, ട്രാൻസ്ഫോം ഡാറ്റ കൊടുക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ റോ ട്രാൻസ്ഫോർമേഷൻ എന്നുള്ള ആ ഒരു ഡാറ്റ ഇവിടെ എടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്ത് നമുക്ക് ഹെഡർ റോ ചേഞ്ച് ചെയ്യുക, അതുപോലെ തന്നെ റോസ് റിമൂവ് ചെയ്യുക, ബ്ലാങ്ക് റോസ് റിമൂവ് ചെയ്യുക, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാനായിട്ട് പറ്റും, നമ്മുടെ ഹെഡിങ്സിലായിട്ട് കിടക്കുന്നത് ഡീഫോൾട്ട് ഇവർ കൊടുത്തിട്ടുള്ള ഒരു നെയിമാണ്. കോളം 1, 2, 3 എന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ കൊടുത്തിരിക്കുകയാണ്. പക്ഷെ നമ്മുടെ ശരിക്കും ഹെഡിങ്സ് ഏതാണ്, ഈ കിടക്കുന്ന ഇൻവോയ്സ് ഡേറ്റ് എന്ന് പറയുന്നതൊക്കെയാണ്. അപ്പൊ അതൊക്കെ നമുക്ക് കുറച്ച് മിസ്റ്റേക്സ് ഉള്ള കാര്യങ്ങളാണ്. അതൊക്കെ എങ്ങനെ ചേഞ്ച് ചെയ്യാന്നാണ് നമ്മളിവിടെ നോക്കാനായിട്ട് പോണത്. അതുപോലെ തന്നെ ഇവിടെ കോളം ക്വാളിറ്റി വേണമെങ്കിൽ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. കോളം ക്വാളിറ്റി ഞാൻ വ്യൂവില് വരുന്നുണ്ട്, നമ്മുടെ കോളം ക്വാളിറ്റി ഒന്ന് എനേബിൾ ആക്കുന്നുണ്ട്. എവിടെയൊക്കെ എറേഴ്സിന്റെ കാര്യങ്ങൾ, ഇവിടെ എം ടി സെല്ലുകൾ കുറച്ച് വരുന്നുണ്ട്, അത് നമുക്കിവിടെ കാണിച്ചു തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ എം ടി വരുന്നുണ്ട്, കുറെ എം ടി കാര്യങ്ങൾ നമുക്ക് വന്നിട്ടുണ്ട്. ഇനി അത്തരം കാര്യങ്ങൾ നമുക്ക് എല്ലാം ഇവിടെ കാണിച്ചു തരുന്നുണ്ട്, എന്തൊക്കെ എറേഴ്സ് കാര്യങ്ങൾ ഉണ്ടെന്നുള്ള ഫുള്ള് നമുക്ക് ഇതിൽ എന്തൊക്കെയോ കുറെ മിസ്റ്റേക്സ് വന്നിട്ടുണ്ട്. അപ്പൊ അതാണ് ഇവിടെ കാണിച്ചുള്ളത്, ഫുൾ എററാണ്. ആ എററൊക്കെ എങ്ങനെ റിമൂവ് ചെയ്യാന്നൊക്കെയാണ് നമുക്ക് നോക്കാനുള്ളത്. അപ്പൊ അതിനുവേണ്ടി ആദ്യം ഞാൻ നോക്കാൻ പോകുന്നത് റോസ് റിമൂവ് ചെയ്യലാണ്, റിമൂവ് റോസ്. ഞാൻ ഈ ഒരു ഡാറ്റയിൽ താഴത്തോട്ട് സ്ക്രോൾ ചെയ്ത് വന്നു കഴിഞ്ഞാൽ കാണാനായിട്ട് പറ്റും, ഇവിടെ കുറെ നൾ ഏരിയാസ് ഉണ്ട്. അതായത് നമ്മുടെ ആ ഒരു ടേബിളിൽ നമുക്ക് എക്സലിൽ വേണമെങ്കിൽ ആ ടേബിൾ ഒന്ന് ഓപ്പൺ ചെയ്യാം. എക്സലിൽ ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതാണ് നമ്മുടെ
ഡാറ്റ വരുന്നത്. ഈ ഡാറ്റയിൽ കണ്ടില്ലേ ഏറ്റവും ഹെഡിങ്ങിൽ ഇതാണ് നമ്മുടെ ശരിക്കുള്ള ഹെഡിങ്സ് വരുന്നത്. പക്ഷെ ടോപ്പിലായിട്ട് നമ്മൾ ഒരു ഹെഡിങ് കൊടുത്തിട്ടുണ്ട്, മെയിൻ ഹെഡിങ്. ആ ഒരു ഹെഡിങ് ആണ് നമുക്കിത് ഇവിടെ നമ്മുടെ ഒരു പവർ ക്വറിയിൽ ഹെഡിങ് പോലെ കയറി വന്നിട്ടുള്ളത്. അപ്പൊ അതൊക്കെ നമുക്ക് റിമൂവ് ചെയ്യണം. ഇനി അതേപോലെ തന്നെ നമ്മുടെ എക്സലിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാനായിട്ട് പറ്റും, ഇവിടെ കണ്ട റിപ്പീറ്റഡ് നെയിംസ് കുറച്ച് വന്നിട്ടുണ്ട്. 2 നെയിമുകൾ, ഇതൊക്കെ റിപ്പീറ്റഡ് നെയിമാണ്, പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഹൈലൈറ്റ് ചെയ്ത് കിട്ടുമെന്ന് മാത്രമേ ഉള്ളൂ. റിപ്പീറ്റഡ് നെയിംസ് വന്നിട്ടുണ്ട്, അതെന്തിനാന്ന് നമുക്ക് നോക്കാം. ഇനി അതേപോലെ തന്നെ കണ്ടല്ലോ താഴെയായിട്ട് നമ്മൾ ടോട്ടൽ അതുപോലെ തന്നെ ജനറേറ്റഡ് ആണെന്ന് പറഞ്ഞിട്ട് ഡേറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ ഇവിടെ ശരിക്കും ഡാറ്റ ഇല്ല, നമ്മുടെ ടേബിളിന്റെ ഒരു ഭാഗമല്ല ഇത്. താഴെ നമുക്ക് ജസ്റ്റ് നമ്മൾ കാണിച്ചിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഇതൊരിക്കലും ടേബിളിന്റെ ഭാഗമല്ല. അത് നമുക്ക് റിമൂവ് ചെയ്യണം. ഈ ഒരു 2 റോസ് നമ്മുടെ ടേബിളിന്റെ ഭാഗമല്ല, നമുക്കത് റിമൂവ് ചെയ്യണം. അത് ഇവിടെ നമുക്ക് എക്സ്ട്രാ 2 റോസ് ആയിട്ട് ആഡ് ആയിട്ടുണ്ടായി. അത് റിമൂവ് ചെയ്യൽ എങ്ങനെയെന്നാണ് നമുക്ക് നോക്കാനുള്ളത്. അതിനുവേണ്ടി ആദ്യം തന്നെ റിമൂവ് റോസ് കൊടുക്കണം. നമ്മുടെ ഹോം ടാബിൽ നമുക്ക് റെഡ്യൂസ് റോസ് എന്നുള്ളിടത്ത് നമുക്ക് കാണാനായിട്ട് പറ്റും റിമൂവ് റോസ് എന്ന് കാണാൻ പറ്റും. അതിൽ വന്നു കഴിഞ്ഞാൽ റിമൂവ് ടോപ്പ് റോസ്, മുകളിലുള്ള റോസ് വേണോ റിമൂവ് ചെയ്യുക. അതിന് മുമ്പ് ഇതിന്റെ കോളം ക്വാളിറ്റി ഒന്ന് ഓഫ് ആക്കി ഇടുന്നുണ്ട്. റിമൂവ് റോസിൽ വന്നു. നമ്മുടെ റിമൂവ് ടോപ്പ് റോസ്, നമുക്ക് ഏറ്റവും ടോപ്പിൽ കിടക്കുന്ന റോസ് വേണമെങ്കിൽ റിമൂവ് ചെയ്യാം. അത് കൊടുത്തു കഴിഞ്ഞാൽ ചോദിക്കും റിമൂവ് ടോപ്പിൽ നിന്ന് എത്ര റോസ് റിമൂവ് ചെയ്യണം എന്നാണ് ചോദിക്കുന്നത്. അതൊക്കെ നമുക്ക് കൊടുക്കാം. ഇപ്പൊ എനിക്ക് ടോപ്പിൽ നിന്നല്ല റിമൂവ് ആക്കേണ്ടത്, ഞാൻ നേരെ നമ്മുടെ ബോട്ടം റോസ് ഏറ്റവും താഴെയാണല്ലോ നമുക്ക് റിമൂവ് ആക്കേണ്ടത്. അപ്പൊ ഞാൻ ബോട്ടം റോസ് കൊടുക്കാണ്. താഴെ കിടക്കുന്ന 2 റോസിലാണ് എനിക്ക് ഡാറ്റ കയറി കിടക്കുന്നത്. അപ്പൊ ആ 2 എണ്ണം ഞാൻ ഇവിടെ എന്ത് ചെയ്യാണ്, എണ്ണം കൊടുക്കാണ്. റിമൂവ് ബോട്ടം 2 റോസ്. ഇവിടെ നമുക്ക് നമ്പർ ഓഫ് റോസിൽ 2 എന്ന് കൊടുക്കാം. ഓക്കെ കൊടുക്കാം. നമുക്കിത് ഇവിടെ റിമൂവ് ആയിട്ടുണ്ടായിരിക്കും. ഇത് ഇവിടെ താഴെ കാണാനായിട്ട് പറ്റും. നമ്മൾ ഇത്രയും നേരം ഇവിടെ ഒരു നൾ എന്ന് പറഞ്ഞൊരു ഏരിയ ഉണ്ടായിരുന്നു, അത് മുഴുവൻ നമ്മൾ റിമൂവ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആവശ്യമില്ലാത്ത റോസ് കാര്യങ്ങൾ നമുക്ക് ഇതുപോലെ റിമൂവ് ചെയ്യാനായിട്ട് പറ്റും. ഇനി അതല്ല, എനിക്ക് റോസ് കീപ്പ് ചെയ്യാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ കീപ്പ് റോസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ കീപ്പ് റോസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. തൊട്ടടുത്ത് തന്നെ നമുക്ക് കീപ്പ് റോസ് വരുന്നുണ്ട്. അത് വേറെ ഒന്നിനല്ല നമ്മൾ യൂസ് ചെയ്യുന്നത്. നമുക്കിപ്പോ ടോപ്പിൽ നിന്ന് ഇത്ര റോസ് മാത്രം കീപ്പ് ചെയ്യണം എന്നുണ്ടെങ്കിലാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത്. ഞാനിപ്പോ ടോപ്പിൽ കീപ്പ് റോസ് കൊടുത്തിട്ടുണ്ട്. ടോപ്പ് റോ ആണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. അവിടെ ഞാനൊരു 10 എന്ന് കൊടുക്കാണ്. 10 ആ ടോപ്പിൽ നിന്നുള്ള 10 എണ്ണം മാത്രം എനിക്ക് അവിടെ മതി, ബാക്കിയൊക്കെ റിമൂവ് ആവും. ഇതാണ് നമുക്ക് അതിന് വരുന്നത്. അപ്പൊ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും, റോസ് ആഡ് ചെയ്യാനും റിമൂവ് ചെയ്യാനും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് ചെയ്തു കൊടുക്കാനായിട്ട് പറ്റും. ഞാനിവിടെ കൊടുത്തിട്ടുള്ള ചേഞ്ച് പറ്റിയതൊക്കെ ഞാനൊന്ന് വീണ്ടും മാറ്റുന്നുണ്ട്. ഓക്കെ, ഇങ്ങനെ നമുക്ക് വേണ്ട ചേഞ്ചസ് കൊണ്ടുവരാൻ പറ്റും. അപ്പൊ റിമൂവ് നമുക്ക് വരുന്നുണ്ട്, അതേപോലെ തന്നെ കീപ്പ് റോസും വരുന്നുണ്ട്. റിമൂവിൽ തന്നെ ടോപ്പിൽ നിന്ന് റിമൂവ് ചെയ്യണോ, ബോട്ടത്തിൽ നിന്ന് വേണോ, അല്ലെങ്കിൽ ആൾട്ടർനേറ്റ് ആയിട്ട് റിമൂവ് ചെയ്യണോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇവിടെ തൊട്ട് ഇവിടം വരെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ കൊടുക്കാനായിട്ട് പറ്റും. അതൊക്കെ നമ്മുടെ ചോയ്സ് അനുസരിച്ച് നമുക്ക് ഇത് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കാം. അങ്ങനെ ഇനിയിപ്പോ ബ്ലാങ്ക് ആയത് വല്ലതും ഉണ്ടെങ്കിൽ ബ്ലാങ്ക് റോസ് റിമൂവ് ചെയ്യാം. ഇനി അതുപോലെ തന്നെ ഡ്യൂപ്ലിക്കേറ്റ് റോസ് റിമൂവ് ചെയ്യാനാണ് അടുത്തത്. നമ്മൾ ഇവിടെ ഡ്യൂപ്ലിക്കേറ്റ് റോസ് അതും കൂടെ നമുക്കൊന്ന് നോക്കാം. ഇവിടെ നമുക്ക് മൊത്തം വരുന്നത് ഒരു 35 റോസ് ആണ് വരുന്നത്. ആ 35 റോസിൽ ഞാൻ നമ്മുടെ എക്സലിൽ ഞാൻ ആ ഡാറ്റ ഒന്ന് ഓപ്പൺ ചെയ്യാണ്. എക്സലിൽ ഡാറ്റ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇവിടെ മൊത്തം കണ്ട 35 റോസിൽ നമുക്ക് ഡാറ്റ ഉണ്ട്. പക്ഷെ ഈ ഡാറ്റയുടെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് രണ്ടും ഡ്യൂപ്ലിക്കേറ്റ് ആണ്. ഈ കിടക്കുന്നത് നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് ആണ്. ഈ പേരുകൾ നമുക്ക് എന്തെങ്കിലും സെയിം ആണ് വന്നിട്ടുള്ളത്. രണ്ടെണ്ണം ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് നമ്മൾ കയറ്റിയിട്ടുള്ളതാണ്. കണ്ട 640, 640, 706, അതുപോലെ തന്നെ 333 ഡ്യൂപ്ലിക്കേറ്റ് ആണ്. അപ്പൊ ഈ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് കയറിയിരിക്കുന്നതിന് നമുക്ക് എന്ത് ചെയ്യണം, റിമൂവ് ചെയ്യണം. അതിനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ഇവിടുത്തെ നമ്മുടെ പവർ ക്വറിയിൽ നമുക്ക് റിമൂവ് ഡ്യൂപ്ലിക്കേറ്റ്സ്, റിമൂവ് റോസിൽ റിമൂവ് ഡ്യൂപ്ലിക്കേറ്റ്സ് എന്നുള്ള ഓപ്ഷൻ വരുന്നത്. ഞാനത് റിമൂവ് ചെയ്ത് കൊടുക്കാണ്. ആ ചേഞ്ച് വന്നു നമുക്കിത് ഇവിടുന്നാണ് അറിയാൻ പറ്റുക. 35 ഉണ്ടായിരുന്നു, അതിലൊരു 4 റോസ് ഇവിടെ എന്താണ് റിമൂവ് ആയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് വേണ്ടാത്തത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡ്യൂപ്ലിക്കേറ്റ്സ് ഉണ്ടെങ്കിൽ നമുക്ക് അതിനെ റിമൂവ് ചെയ്ത് കൊടുക്കാനും ഇവിടെ സാധിക്കും. ബ്ലാങ്ക് റോസ് ആണെങ്കിൽ ബ്ലാങ്ക് റോസ് നമുക്ക് റിമൂവ് ചെയ്യാം. നമുക്ക് അങ്ങനെ റിമൂവ് ചെയ്ത് കളയാനായിട്ട് പറ്റുന്നുണ്ട്.
ഇനി അതേപോലെ തന്നെ കീപ്പ് ചെയ്യുന്നിടത്തും നമുക്ക് ഇവിടെ വരുന്നുണ്ട് ഡ്യൂപ്ലിക്കേറ്റ് റോസ് മാത്രം നമുക്ക് കീപ്പ് ചെയ്യാനായിട്ട് പറ്റും. ഞാനിവിടെ റിമൂവ് ഡ്യൂപ്ലിക്കേറ്റ്സ് ഒന്ന് ചേഞ്ച് ചെയ്യാണ്. കീപ്പ് റോസിൽ വന്നു. ഞാനിവിടെ കീപ്പ് ഡ്യൂപ്ലിക്കേറ്റ്സ് എന്ന് കൊടുക്കുകയാണ്. ആ ഡ്യൂപ്ലിക്കേറ്റ് ആയത് മാത്രം ഇവിടെ എന്ത് ചെയ്യുള്ളൂ, കീപ്പ് ആവുള്ളൂ. അത് മാത്രം നിന്ന് ബാക്കിയുള്ളതൊക്കെ റിമൂവ് ആവും. ഇങ്ങനെ നമുക്ക് തിരിച്ചും മറിച്ചും ഒക്കെ ഇവിടെ ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് എങ്ങനെയാണോ ചെയ്യേണ്ടത് അതിനനുസരിച്ച് നമുക്ക് ചെയ്തു കൊടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് വരുന്നത് ഹെഡർ റോന്റെ കാര്യമാണ്. ഹെഡർ റോയില് നമ്മുടെ ഏറ്റവും ടോപ്പിൽ കിടക്കുന്നത് നമ്മൾ കൊടുത്തിട്ടുള്ള ഒരു ഹെഡിങ് അല്ല ഇവിടെ വന്നിട്ടുള്ളത്. നമ്മുടെ എക്സൽ ഡാറ്റ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാനായിട്ട് പറ്റും. ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്ന ഈ ഒരു ഹെഡിങ് അല്ല നമ്മുടെ പവർ ക്വറിയിൽ നമുക്ക് ഹെഡിങ് ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പൊ അത് നമുക്ക് ചേഞ്ച് ചെയ്യണം. അത് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ യൂസ് ഫസ്റ്റ് റോ ആസ് ഹെഡർ എന്നുള്ള ഒരു ഓപ്ഷൻ ഇവിടെ കാണാൻ പറ്റും. ഞാനിവിടെ ആ ഒരു ഓപ്ഷൻ കൊടുക്കുകയാണ്. ബാക്കിയുള്ളതെല്ലാം റിമൂവ് ആയിട്ട് ആ ഒരു ഫസ്റ്റ് റോ മാത്രം നമുക്ക് ഇവിടെ ഹെഡിങ് ആക്കി എടുക്കാനായിട്ട് പറ്റും. ഇതിനു വേണ്ടിയാണ് നമ്മൾ ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്യുന്നത്. യൂസ് ഫസ്റ്റ് റോ ആസ് ഹെഡർ. ഇവിടെ ഡീഫോൾട്ട് വന്ന ഒരു റോ ഉണ്ടായിരുന്നു, അത് റിമൂവ് ആക്കി നമ്മൾ എന്താണോ ഉദ്ദേശിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു റോനെ അവിടെ ഹെഡിങ് ആക്കിയിട്ട് മാറ്റാനായിട്ട് പറ്റും. നമ്മുടെ ഹോം ടാബിൽ തന്നെയാണ് ഈ ഒരു ഓപ്ഷൻ വരുന്നത്. യൂസ് ഫസ്റ്റ് റോ ആസ് ഹെഡർ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ നമുക്ക് വരുന്നത്. ഇപ്പൊ കറക്റ്റ് ഏതാണ്ട് നമ്മുടെ ഡാറ്റ അവിടെ ഒരു സ്ട്രക്ചറിൽ ആയിട്ടുണ്ട്. പക്ഷെ ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഇവിടെ കുറച്ച് എറേഴ്സ് വരുന്നുണ്ട്. അതെന്താന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യം നമുക്ക് നമ്മുടെ എക്സൽ അതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. എക്സൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഇതിൽ കണ്ടില്ലേ, നമ്മൾ എന്തോ ടൈപ്പ് ചെയ്തതിൽ നോട്ട് ആപ്ലിക്കബിൾ എന്ന് പറഞ്ഞിട്ടാണ് വന്നിട്ടുള്ളത്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും കുറച്ച് എറർ ഉണ്ട്. എറർ ആണ് ഇങ്ങനെ വരുന്നതിന് നമ്മൾ എറർ എന്നാണ് പറയുക. അത്തരം എറേഴ്സ് റിമൂവ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഇനി അടുത്ത് നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് എറേഴ്സ് എങ്ങനെ റിമൂവ് ചെയ്യാൻ നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ നമ്മുടെ പവർ ക്വറി എഡിറ്റർ സ്ക്രീനിലോട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് റിമൂവ് റോസ് നോക്കാം. റിമൂവ് എറേഴ്സ് ആണ് നോക്കുന്നത്. അത് റിമൂവ് റോസിൽ തന്നെയാണ് നമുക്ക് വരുന്നത്. കാരണം ഒരു റോയിലാണല്ലോ നമുക്ക് എറർ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതാണ് നമ്മൾ ഇവിടെ ചെക്ക് ചെയ്യാനായിട്ട് പോണത്. ഇവിടെ കാണാനായിട്ട് പറ്റും നിങ്ങൾക്ക് എറർ വന്ന ഒരു ഏരിയ. പക്ഷെ ഇതിൽ അങ്ങനെയല്ല വരിക. ഈ ഓട്ടോ എന്നുള്ള ഓപ്ഷൻ ഇതാ ഇവിടെ എറർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് വന്നിട്ടുണ്ടായിരിക്കും. എറർ അങ്ങനെ തന്നെയാണ് കാണിച്ചിരുന്നത്. ഇവിടെ ഇവിടെ എറർ ആണെന്ന് പറഞ്ഞിട്ടാണ് കാണിച്ചത്. അങ്ങനെ എറർ വന്നിട്ടുണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യാൻ വേണ്ടി നമ്മുടെ റിമൂവ് റോസിനകത്ത്, കാരണം റോ വൈസ് ആണല്ലോ എറർ വന്നിട്ടുള്ളത്, റിമൂവ് റോസിൽ റിമൂവ് എറേഴ്സ് എന്ന് കാണാൻ പറ്റും. അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി. അത് അവിടെ നമുക്ക് റിമൂവ് ആക്കി കളയാനായിട്ട് പറ്റും. എറേഴ്സ് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് റിമൂവ് ചെയ്ത് കളയാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പൊ അതിനുവേണ്ടിയാണ് നമ്മുടെ ഈ ഒരു എറർ റിമൂവ് എന്നുള്ള ഓപ്ഷൻ, റിമൂവ് എറേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. കാര്യമില്ല. ഓക്കെ, അപ്പൊ നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റ് നെയിം എന്നുള്ള കോളത്തിലാണ് നമ്മൾ എറർ കണ്ടിട്ടുണ്ടായിരുന്നത്. റിമൂവ് ആക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് നമ്മുടെ പ്രൊഡക്റ്റ് നെയിം കോളം സെലക്ട് ചെയ്യുക. അതിനുശേഷം റിമൂവ് റോസിൽ വരിക. നമുക്ക് റിമൂവ് ചെയ്യേണ്ടത് എറേഴ്സ് ആണ്. റിമൂവ് എറേഴ്സ് കൊടുക്കുക. അപ്പൊ അവിടെ എറർ ഉള്ള ആ ഒരു സെല്ലുകൾ മാത്രം നമുക്ക് റിമൂവ് ആക്കിയിട്ട് തരുന്നുണ്ട്. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ അത് നേരെ തിരിച്ച് റിമൂവ് ആക്കാനായിട്ട് പറ്റുന്നുണ്ട്.
അപ്പോൾ ഇത്രയാണ് നമ്മുടെ റോ കോളം ട്രാൻസ്ഫോർമേഷനിൽ വരുന്നത്. ഇനി നമുക്ക് ഇതിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് കുറച്ച് ടാസ്കുകൾ ചെയ്യാനുണ്ട്. പിന്നെ ഫിൽട്ടർ ഓപ്ഷൻസ് വരുന്നുണ്ട്. പിന്നെ അങ്ങനെ കുറച്ച് ഏരിയാസും കൂടെ ഉണ്ട്. അതും കൂടെ കഴിഞ്ഞ് നമ്മുടെ ഒരു പവർ ക്വറി എഡിറ്ററിന്റെ സെക്ഷൻ കംപ്ലീറ്റ് ആവും. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് എന്തായാലും ഇതിൽ നിർത്താം.